നമ്മൾ IT പ്രാക്ടിക്കലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാലാമത്തെ ഗ്രൂപ്പിലെ ക്വസ്റ്റ്യൻസ് ആണ്. നാലാമത്തെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത അത് റോബോട്ടിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. റോബോട്ടിക്സിനകത്ത് നമ്മൾ പൈതണിൽ പ്രോഗ്രാം എഴുതാനും ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ കണക്ട് ചെയ്യാനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ എക്സാമിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ 2 സ്കില്ലും നിങ്ങൾക്ക് വേണം. പൈതണിൽ പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ അറിയണം, അതുപോലെ തന്നെ ബ്രെഡ് ബോർഡിനകത്തും ഇലക്ട്രോണിക്സ് കോമ്പണൻസ് യൂസ് ചെയ്ത് സർക്യൂട്ട് പൂർത്തിയാക്കാനും കൃത്യമായി തന്നിരിക്കുന്ന ഡയഗ്രത്തിനനുസരിച്ച് സർക്യൂട്ട് ഡയഗ്രം നോക്കി കറക്റ്റായിട്ട് സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്കറിയണം. എന്നിട്ട് അവ രണ്ടും സിങ്ക്രണൈസ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ച് റിസൾട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ടാസ്ക്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ചോദിക്കുക. എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നമുക്ക് LED ബൾബ് ബ്ലിങ്ക് ചെയ്യിക്കുക, ബസർ സൗണ്ട് കളിപ്പിക്കുക, അതുപോലെ തന്നെ സെർവോ മോട്ടർ പ്രത്യേക ആംഗിൾസിൽ മൂവ് ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിനേഴ്സ് ചോദിക്കുള്ളൂ. കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പരിചയപ്പെടാം. കൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ്, അതുപോലെ നമ്മൾ പ്രീവിയസ് ഹാഫ് ഇയർലിയിലെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഈ ഒരു ക്ലാസ്സോട് കൂടി നിങ്ങൾക്ക് റോബോട്ടിക്സിനകത്തുള്ള 7 മാർക്കും നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടിയിരിക്കും. അതിന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. കൃത്യമായി ക്ലാസ് ശ്രദ്ധിക്കുക. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് റോബോട്ടിക്സ് കിറ്റിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളതെന്ന് നമുക്ക് പരിചയപ്പെടാം. ഓരോ കമ്പോണൻസും അതിൻ്റെ ഉപയോഗം, അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, അതിന് ഏതൊക്കെ വയേഴ്സാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻസ് വരുന്നത്, കമ്പ്യൂട്ടറിൽ അതെങ്ങനെ കണക്ട് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, വീഡിയോയിലേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ ഒന്നാമതായി നോക്കുന്നത് അർഡിനോ ബോർഡിൻ്റെ പിന്നുകൾ, അതുപോലെ തന്നെ അതിൽ കണക്ഷൻസ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ആദ്യം ഞാനിതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാംസ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഇടത് സൈഡിലൊരു ബ്ലാക്ക് കളർ പിന്നുണ്ട്. നോർമലി നമ്മൾ DC വോൾട്ടേജ് കൊടുക്കാനാണ്. കമ്പ്യൂട്ടറിൽ കണക്റ്റഡ് അല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അർഡിനോ ബോർഡ് ഏതെങ്കിലും സർക്യൂട്ടിൻ്റെ ഭാഗമായി വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാതെ നമുക്ക് USB കണക്ഷൻസ് ഇല്ലാതെ ഡയറക്റ്റായിട്ട് വൈദ്യുതി നൽകി വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി കണക്ട് ചെയ്യുന്ന ഒരു DC പവർ നൽകുന്നൊരു പിന്നാണത്. അതുപോലെ മുകളിലായിട്ട് ഇവിടെ നിങ്ങൾ കാണുന്ന ഒരു സ്റ്റീൽ കളറിലൊരു പിന്ന് വരുന്നുണ്ട്. ഈ പിന്നിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ USB കേബിൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ കൊടുക്കുക. അടുത്തായിട്ട് താഴെയായിട്ട് കുറച്ച് പിന്നുകൾ കൊടുത്തിട്ടുണ്ട്. 5 വോൾട്ട് റീസെറ്റ്, 3.3 വോൾട്ട്, 5 വോൾട്ട്, GND VIN. ഇതിനകത്ത് ഈ GND എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് മീൻസ് നെഗറ്റീവ് കണക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൗണ്ടിലാണ് കൊടുക്കുക. 2 ഗ്രൗണ്ട് ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്രൗണ്ട് മുകളിൽ ഇവിടെയായിട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3 ഗ്രൗണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് സർക്യൂട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ 5 വോൾട്ടിൻ്റെ 2 ഇൻപുട്ടുകളും തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സൈഡിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മുകൾ ഭാഗത്ത് നമുക്ക് ഡിജിറ്റൽ പിന്നുകളാണ്. ഡിജിറ്റൽ പിന്നുകൾ 0 മുതൽ 13 വരെ ഡിജിറ്റൽ പിന്നുകളുണ്ട്. അതിൽ ചില പിന്നുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 0, 1, 2, 3 അപ് ടു 13 വരെയുണ്ട്. ഇവിടെ ഈ 3, അതുപോലെ തന്നെ 5, 6, 9, 10, 11 ഇത്രയും പിന്നുകളുടെ സൈഡിൽ ഒരു ചെറിയ ഒരു ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ഒരു വേവ് ഷേപ്പിൽ. അതൊരു പ്രത്യേക പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. നോർമൽ ഡിജിറ്റൽ പിന്നിന് പുറമേ അത് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്നും കൂടി പറയും. ആ ഒരു പർപ്പസിനും കൂടി യൂസ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ സെർവോ മോട്ടർ കണക്ഷൻസിനൊക്കെ അതാണ് യൂസ് ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സെർവോ മോട്ടറിലേക്കുള്ള കണക്ഷൻസ് കൊടുക്കുമ്പോൾ ഈ 3 വോൾട്ട്, അതുപോലെ തന്നെ 3 വോൾട്ട് അല്ല, ഡിജിറ്റൽ പിന്ന് 3, അതുപോലെ 5, 6, 9, 10, 11 ഇത്രയും പിന്നുകളിൽ മാത്രമേ സെർവോ മോട്ടറിൻ്റെ കണക്ഷൻസ്, അഥവാ സെർവോ മോട്ടറിൽ നിന്ന് വരുന്ന സെർവോ മോട്ടറിലേക്ക് നൽകുന്ന സിഗ്നലുകൾ നമ്മൾ നൽകാൻ പാടുള്ളൂ. ബാക്കിയുള്ള പിന്നിൽ കൊടുത്താൽ സെർവോ മോട്ടർ വർക്ക് ചെയ്യില്ല. കാരണം സെർവോ മോട്ടർ 180 ഡിഗ്രിയിൽ മാത്രം വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിവൈസാണ്. നോർമൽ മിനി മോട്ടർ പോലെ വർക്ക് ചെയ്യുന്ന ഫുള്ളി 360യിൽ കറങ്ങുന്ന ഒരു മോട്ടറല്ല സെർവോ മോട്ടർ. അപ്പോൾ ആ കാര്യങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ പറയാം. പിന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് എന്തുണ്ട്, നമ്മുടെ മെയിൻ ഇതിൻ്റെ ചിപ്പ് വരുന്നിട്ടുണ്ട്. ദെൻ ആ ചിപ്പിൻ്റെ പേരാണ് മൈക്രോ കൺട്രോളർ ചിപ്പ് ATmega3228P 328P എന്നാണ് അതിൻ്റെ പേര്. ATmega 328P തിയറിക്ക് ചോദിച്ചേക്കാം, ശ്രദ്ധിക്കാം. പിന്നെ അതിനുശേഷം രണ്ടാമതായി കൊടുത്തതിന് ഡിജിറ്റൽ ഇൻപുട്ട് പിൻസാണ്. 0 മുതൽ 13 വരെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മൂന്നാമതായി കൊടുത്തത് USB പോർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റീൽ കളറിൽ പോർട്ടുണ്ട്, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യേണ്ടത്. 4ാമതാണ് പറഞ്ഞ എക്സ്റ്റേണൽ പവർ സപ്ലൈ. 5ാമത് 3.3 വോൾട്ട്. 6ാമത് 5 DC പിന്ന്. 7ാമത് ഗ്രൗണ്ട്. 8ാമതായിട്ടുള്ളത് അനലോഗ് പിന്നുകളാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇതിനകത്ത് ഒരു എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ, സെൻസറുകളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അതിലേക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉണ്ടാവും 5 വോൾട്ടിൻ്റെ.
അപ്പോൾ 5 വോൾട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് 5 വോൾട്ട് എടുക്കും, അതിന് നെഗറ്റീവ് കണക്ഷൻസ് ഗ്രൗണ്ടിലും കൊടുക്കും. പിന്നെ അതിൽ നിന്ന് വരുന്ന സിഗ്നലോ അതിലേക്ക് നൽകുന്ന സിഗ്നലോ നമ്മൾ കണക്ട് ചെയ്യുന്ന ഏരിയ ഇവിടെ 0 മുതൽ 13 വരെയുള്ള പിന്നുകളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും. ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, നമുക്ക് ഓരോ കോമ്പോണൻസ് ഓരോന്നായി നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഒന്നാമതായി നമ്മൾ പരിചയപ്പെടുന്നത് അർഡിനോ ബോർഡാണ്. ഇതിനകത്ത് എന്തുണ്ട്, ഒരു പ്ലാസ്റ്റിക് കേസിനകത്താണ് അർഡിനോ ബോർഡ് തന്നിട്ടുള്ളത്. ഒരു സ്റ്റീലിൻ്റെ പിന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് പിന്ന് വന്നിട്ടുണ്ട്. ഇത് എക്സ്റ്റേണൽ പവർ സപ്ലൈക്കുള്ളതാണ് ഇയർ പിന്ന്. ഇത് നമ്മുടെ USB കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ ഈ മുകൾ വശത്താണ് നമ്മൾ പറഞ്ഞ ഡിജിറ്റൽ പിന്നുകളുള്ളത്. 0 മുതൽ 13 വരെയുള്ള പിന്നുകളുണ്ട്. ഇവിടെ കുറച്ച് ഏരിയ ഉണ്ട്, A0 മുതൽ A5 വരെയുള്ള കുറച്ച് പിന്നുകൾ തന്നിട്ടുണ്ട്. അതാണ് അനലോഗ് പിന്നുകൾ. ഇവിടെ നിന്ന് 5 വോൾട്ട് അതുപോലെ ഗ്രൗണ്ട് 3.3 വോൾട്ട് ഒക്കെ നൽകുന്ന ഏരിയ ഉണ്ട്, പവർ നൽകുന്ന ഒരു ഏരിയ ഉണ്ട്. ഇത്രയാണ് ബേസിക്കലി ഇതിനകത്ത് വരാനുള്ളത്. ഈ ഒരു കാണുന്ന ബ്ലാക്ക് പിന്നുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, വയറുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യേണ്ടത്, ജമ്പർ വയറുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന നമ്പർ വായിക്കാൻ കഴിയുന്നില്ലേ, അവിടെ കണ്ടോ, 3ൻ്റെ കൂടെ ലൈൻ, അതുപോലെ 5ൻ്റെ കൂടെ ലൈൻ, 6ൻ്റെ കൂടെ ലൈന്, ഒരു വേവ് പോലെ ഷേപ്പ് വന്നിട്ടില്ലേ, അതൊരു പ്രത്യേക പർപ്പസിനുള്ള പിന്നുകളാണെന്ന് ഡിനോട്ട് ചെയ്യാനാണ് ആ പ്രത്യേക പർപ്പസിനെ വിളിക്കുന്ന പേര് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയും. നമ്മളെ സെർവോ മോട്ടറിൻ്റെ കണക്ഷൻസ് ഇങ്ങനെയുള്ള മാർക്കിംഗ് ഉള്ള പിന്നിലാണ് കണക്ഷൻസ് കൊടുക്കേണ്ടത്. സെർവോ മോട്ടർ ഒരു പ്രത്യേക പർപ്പസിലുള്ള ഒരു ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ സെർവോ മോട്ടറിലേക്കുള്ള കണക്ഷൻസ് നമ്മൾ ഈ പൾസ് വിഡ്ത്ത് മോഡുലേഷൻസ് പിന്നിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ കണ്ടോളൂ. ഇവിടെ ഒരു 3, ഓക്കെ 3 കാണുന്നുണ്ടല്ലോ, 3ൻ്റെ സൈഡിൽ ചെറിയൊരു ലൈൻ കാണുന്നില്ലേ. അതുപോലെ തന്നെ 5, 6, 9 അതിൻ്റെ കൂടെയൊക്കെ ഒരു ചെറിയ ലൈന് കാണിക്കുന്നുണ്ടാവും ഡിജിറ്റൽ പിന്നിനകത്ത്. അതിന് നമ്മൾ ഡിജിറ്റൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻസ് എന്നാണ് പറയുക. ആ പ്രത്യേക പർപ്പസിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പിന്ന് യൂസ് ചെയ്യുക. നമ്മുടെ കേസിൽ അത് സെർവോ മോട്ടറിൻ്റെ കണക്ഷൻസ് മാത്രമാണ് ആ പിന്നുകൾ ഉപയോഗിക്കുക. നോർമലുള്ള ഡിജിറ്റൽ പർപ്പസിന് ഉപയോഗിക്കാം, പക്ഷേ അതിനും ഉപയോഗിക്കാം. പക്ഷേ നമ്മളെ സെർവോ മോട്ടർ ഈ ഒരു പിന്നുകളിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി ഏത് കണക്ഷൻസും ഏത് പിന്നിലും ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബസർ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റാണ്. ബസർ സൗണ്ട് ഉണ്ടാക്കുക, ബീപ്പ് സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു എക്യുപ്മെൻറ്റാണ് ബസർ. ഇതിനകത്ത് നോക്കൂ, ഗ്രൗണ്ട്, IO, VCC. ഇതിൽ VCC എന്ന് പറയുന്നത് നമ്മൾ വോൾട്ടേജ് ആണ്. 5 വോൾട്ട് കണക്ഷൻ കൊടുക്കാനാണ് VCC ഉപയോഗിക്കുന്നത്. ഈ പിന്നിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 5 വോൾട്ട് കണക്ഷൻ എടുക്കണം. അതുപോലെ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൗണ്ടിൽ നമ്മൾ ഈ എടുക്കുന്ന കണക്ഷൻസ് നമ്മുടെ ഈ അർഡിനോ കിറ്റിനകത്ത് ഗ്രൗണ്ട് പിന്നുണ്ടാവും, ആ പിന്നിലേക്കാണ് കൊടുക്കുന്നത്, അഥവാ നെഗറ്റീവ് കണക്ഷനാണത്. പിന്നെ IO പിന്നെ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് സിഗ്നൽ, അതാണ് ഡിജിറ്റൽ സിഗ്നലിലേക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ അർഡിനോ ബോർഡിലെ ഈ ഒരു മുകൾ ഭാഗത്ത് വരുന്ന ഈ ശ്രദ്ധിക്കുക, നമ്മുടെ സ്റ്റീലിൻ്റെ ഒരു പിന്നുണ്ടാവും, എന്ന് വെച്ചാൽ USB കണക്ട് ചെയ്യുന്ന ആ സ്റ്റീലിൻ്റെ പിന്നുള്ള ഏരിയയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡിജിറ്റൽ പിന്നുകളൊക്കെ അലൈൻ ചെയ്തിട്ടുള്ളത്. അവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇതിനകത്തുള്ള സെൻറ്ററിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കുക, അഥവാ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിജിറ്റൽ സിഗ്നൽ ആ ഒരു ഏരിയയിലേക്കാണ് സെറ്റ് ചെയ്യേണ്ടത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനകത്തുള്ള IR സെൻസറാണ്, അഥവാ ഇൻഫ്രാറെഡ് സെൻസർ. ഇൻഫ്രാറെഡ് സെൻസർ നമ്മൾ മൂവ്മെൻ്റ് ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെൻസറാണ്. ഇതിലെ കണക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കണക്ഷൻ ഔട്ട്പുട്ടാണ്. കാരണം ഇതിൽ നിന്ന് സിഗ്നൽ പുറത്തേക്കാണ് എടുക്കാണ്ടാവുക. കാരണം മൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സിഗ്നൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. രണ്ടാമതായിട്ടുള്ളത് ഗ്രൗണ്ടാണ്. മൂന്നാമതായിട്ടുള്ളതാണ് നമ്മുടെ VCC എന്ന് പറയുന്നത്. VCC പറഞ്ഞാൽ 5 വോൾട്ടിൻ്റെ പിന്നാണ്. ഈ 5 വോൾട്ടിൻ്റെ പിന്നിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണക്ഷൻസ് കൊടുക്കേണ്ടത്. ദെൻ അടുത്ത എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെർവോ മോട്ടറാണ്. സെർവോ മോട്ടർ ഒരു പ്രത്യേക പർപ്പസിനുള്ള മോട്ടറാണ്. നോർമലി നമ്മൾ ടോയ് കാറുകളൊക്കെ ഉണ്ടാകുന്ന ടൈപ്പുള്ള ഒരു മോട്ടറല്ല, ഇത് സ്പെഷ്യൽ പർപ്പസ് മോട്ടറാണ്. കാരണം ഇത് 360 ആംഗിളിൽ കറങ്ങില്ല, 180 ആംഗിളിൽ മാത്രമേ കറങ്ങുള്ളൂ. 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 180 വരെ പോകുള്ളൂ, തിരിച്ച് 0-ലേക്ക് തന്നെ തിരിച്ച് വരിക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ നമ്മുടെ ഡോറൊക്കെ ഓപ്പൺ ആവണ പോലെയാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഡോർ ഓപ്പൺ ആക്കാൻ അങ്ങനെയൊക്കെയുള്ള പർപ്പസിനാണ് ഇത് ഉപയോഗിക്കുക. ഇതിൻ്റെ വയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 3 തരത്തിലുള്ള വയറുകളുണ്ട്. ഇതിനകത്ത് ഒരു ബ്രൗൺ കളർ വയറുണ്ട്, അതുപോലെ തന്നെ റെഡ് കളർ വയറുണ്ട്, യെല്ലോ കളർ വയറുണ്ട്. ഇതിനകത്ത് ബ്രൗൺ കളറുള്ള വയറാണ് നമ്മുടെ ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ റെഡ് കളറുള്ള വയറാണ് നമ്മുടെ VCC അഥവാ 5 വോൾട്ടായിട്ട് ഉപയോഗിക്കുക. യെല്ലോ കളർ വയറാണ് നമ്മുടെ ഇൻപുട്ട് IO സിഗ്നലായിട്ട് നമ്മുടെ ഡിജിറ്റൽ സെക്ഷനിലേക്ക് കൊടുക്കുക. അപ്പോൾ യെല്ലോയിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഡിജിറ്റൽ പിന്നിലേക്ക് കൊടുക്കണം. അതുപോലെ റെഡിൽ നിന്നുള്ള കണക്ഷൻ 5 വോൾട്ട് കൊടുക്കണം. ഗ്രൗണ്ടിൽ നിന്നുള്ള കണക്ഷൻ നമ്മുടെ ഈ ബ്രൗൺ കളറിൽ ഗ്രൗണ്ടിലേക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് പറയാനുള്ളതാണ് ബ്രെഡ് ബോർഡ്. നമ്മുടെ ഇതിനകത്ത് റോബോട്ടിക് കിറ്റിനകത്ത് കോമ്പണൻസ് പരസ്പരം കണക്റ്റ് സോൾഡർ ചെയ്യാതെ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ബ്രെഡ് ബോർഡ്. ഇതിലെ കണക്ഷൻസ് പറയുകയാണെങ്കിൽ ഈ സ്റ്റാർട്ടിങ് ഈ 2 എൻഡിൽ 2 ലൈൻസ് നേരെ വരച്ചിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള കണക്ഷൻസ്. ഇവിടെ ഈ നീളത്തിലുള്ള കണക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ വൈദ്യുതി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ലൈൻ കംപ്ലീറ്റ് വൈദ്യുതി ഉണ്ടാവും.
അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ലൈനും അങ്ങനെ തന്നെയാണ്. ഈ ഒന്നാമത്തെ ലൈന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എല്ലാ പോയിന്റിലും വൈദ്യുതി ഉണ്ടാവും. സപ്പോസ് ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ 5 വോൾട്ടിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ പോയിന്റിലും 5 വോൾട്ടിൻ്റെ കണക്ഷൻ കിട്ടും. ഇതിൽ ഇവിടെയുള്ള അതേ കോപ്പിയാണ് മുകളിൽ ഉണ്ടാവുക, സെയിം അതുപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. ഈ മുകളിൽ ഒന്നാമത്തെ ലൈന് സെയിം ആയിട്ട് നീളത്തിലുള്ള കണക്ഷനാണ്, രണ്ടാമത്തെ നീളത്തിലുള്ള കണക്ഷനാണ്. ഇനി ഇടയിലുള്ള 2 സെക്ഷൻസ് പരസ്പരം സെപ്പറേറ്റ് ആണ്, പക്ഷേ ഇത് പരസ്പരം കോപ്പിയാണ്. ഇതിൻ്റെ അതേ കോപ്പിയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ ഈ 5 പിന്നുകൾ പരസ്പരം കണക്റ്റഡ് ആണ്. ഒന്നാമത്തെ പിന്നിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്നാമത്തെ ഈ ഹോളിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കണക്ഷൻസ് ബാക്കിയുള്ള എല്ലാത്തിലും വരും. ഇതിൽ ഒന്നാമത്തെ പിന്നിൽ വൈദ്യുതി ഉണ്ടെങ്കിൽ ബാക്കി 4 എണ്ണത്തിലും വൈദ്യുതി ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടെ കണക്ഷൻസ് വരുന്നത്. അപ്പോൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ അടുത്ത് പറയുന്നത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന USB കേബിളാണ്. USB കേബിൾ ഇതാണ്. USB കേബിൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന USB കേബിൾ. ഇതിൻ്റെ ഈ ഒരു എൻഡാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അഡിനോ ബോർഡിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അഡിനോ ബോർഡിൻ്റെ ഈ ഒരു സെക്ഷൻ നോക്കുക, അതുപോലെ ഇതിൻ്റെ ഷേപ്പ് നോക്കുക. 2 ഷേപ്പ് നോക്കിയിട്ട് കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. മാക്സിമം പ്രസ് ചെയ്തിട്ട് വേണം ഇത് അകത്തേക്ക് കയറ്റി വെക്കാൻ. ഈ ഒരു എൻഡ് എന്ത് ചെയ്യും, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഇവിടെ സൈഡിലായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണിത് വർക്ക് ചെയ്യിപ്പിക്കുക. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് LED ബൾബ് കത്തും. കണക്ഷൻസ് ക്ലിയർ ആണെങ്കിൽ, പ്രോപ്പറായി കണക്റ്റഡ് ആണെങ്കിൽ. ഓക്കെ, ഇതിനകത്ത് LED ബൾബ് കത്തിയിട്ടുണ്ടാവും. ഇനി അടുത്ത് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന 3 തരത്തിലുള്ള വയറുകളാണ്. ഈ കോമ്പണൻസ് പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വയറുകളാണ്. ഈ വയറാണ് മെയിൽ ടു മെയിൽ ജമ്പർ വയർ എന്ന് പറയും. 2 സൈഡിലും ഹോളാണ് ഉണ്ടാവുക. അടുത്ത് പറയുന്നത് ഇത് ഇപ്പോൾ പറഞ്ഞത് മെയിൽ ടു മെയിൽ അല്ല, ഇത് ഫീമെയിൽ ടു ഫീമെയിലാണ്. 2 സൈഡ് ഹോളുണ്ടാവുക. ഫീമെയിൽ ടു ഫീമെയിൽ ജമ്പർ വയറാണ്. അതുപോലെ അടുത്ത വയറാണ് 2 സൈഡിൽ പിന്നുകളുണ്ട്. ഈ 2 പിന്നുകളിലുള്ള വയറുകൾ നമ്മൾ പറയും മെയിൽ ടു മെയിൽ ജമ്പർ വയറുകൾ. ഇത് ആവശ്യാനുസരണം ഹോളുള്ള സ്ഥലത്തേക്ക് ഈ പിന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക, ഹോളില്ലാത്ത സ്ഥലത്ത് മറ്റേ പിന്ന്. അങ്ങനത്തെ വയറുകളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാനാണ് ഈ വയറുകൾ തന്നിട്ടുള്ളത്. ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ദെൻ അടുത്തായിട്ട് ഒരു സൈഡിൽ ഹോളും ഒരു സൈഡിൽ പിന്നുമാണ്. ഇത് മെയിൽ ടു ഫീമെയിൽ ജമ്പർ വയർ എന്ന് പറയും. മെയിൽ ടു ഫീമെയിൽ ജമ്പർ വയർ. ദെൻ അടുത്തായിട്ട് നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ടാവുക കുറച്ച് LED ബൾബുകൾ. 3 തരത്തിലുള്ള 3 കളറുള്ള LED ബൾബുകൾ ഉണ്ടാവും. മഞ്ഞ, പച്ച, അതുപോലെ ചുവപ്പ്. പിന്നെ നമുക്ക് കുറച്ച് റെസിസ്റ്ററുകൾ തന്നിട്ടുണ്ട്. ഈ കവറിൽ നിന്ന് ഓരോ റെസിസ്റ്ററായിട്ട് എടുക്കുക. ഈ റെസിസ്റ്റർ ഉപയോഗിക്കുന്നത് നമ്മുടെ വോൾട്ടേജിലേക്കുള്ള LED ബൾബിലേക്ക് അധികം വൈദ്യുതി കടന്നു വന്ന് LED ബൾബ് നാശമാവാതിരിക്കാൻ വേണ്ടി, വൈദ്യുതിയെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ LED ബൾബിൻ്റെ കൂടെ സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്ത് ആ റെസിസ്റ്റർ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക, LED ബൾബിലേക്ക് വൈദ്യുതി കടത്തി വിടുക. ഓക്കെ, ശ്രദ്ധിക്കുമല്ലോ. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ ഈ നമ്മുടെ സെർവോ മോട്ടറിൻ്റെ കൂടെ കുറച്ച് ലീഫുകൾ തന്നിട്ടുണ്ടാവും. ഈ ലീഫുകൾ കറക്റ്റായിട്ടുള്ള പ്ലേസിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ നോക്കുക. 2 സൈഡും ഇതിനകത്ത് സിങ്ക് ചെയ്ത് വെച്ച് നോക്കുക. എന്നിട്ട് ദെൻ എന്ത് ചെയ്യുക, കറക്റ്റായി കയറുന്നുണ്ടോ നോക്കുക. ദെൻ പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, കാരണം ഇതിനകത്ത് ഒരു ഇവിടെ സൈഡിലായിട്ട് എന്തുണ്ട്, പൽചക്രങ്ങളുണ്ട്. ആ പൽചക്രങ്ങളിൽ കറക്റ്റായിട്ട് ഇത് ഇറങ്ങിയാൽ ഇത് കറക്റ്റായി ലോക്ക് ആവുള്ളൂ. അപ്പോൾ ആവശ്യാനുസരണം നമ്മൾ എന്ത് ചെയ്യുക, അത് കണക്ട് ചെയ്യുക. ഒരിക്കലും ഇത് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, ഇങ്ങനെ പിടിച്ച് തിരിക്കാൻ പാടില്ല, ഇങ്ങനെ തിരിച്ച് എടുക്കാൻ പാടില്ല. അത് ഇതിനകത്തുള്ള ഇൻറ്റേർണൽ മെക്കാനിസം കംപ്ലൈൻ്റ് ആക്കും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യില്ല, അത് വർക്ക് ചെയ്യില്ല. ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കമ്പോണൻസുകൾ പറയുന്നത്. നമ്മളിനി ഓരോ ക്വസ്റ്റ്യനായിട്ട് എന്ത് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഇത് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ച് പേടിയുണ്ടാവും. അത് മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനീഷ്യലി ഒരു LED ബൾബ് കത്തിച്ച് നോക്കാം, ലൈറ്റ് ചെയ്യാം. നോർമലി എല്ലാവർക്കും അറിയാം, ഒരു ബാറ്ററിയും LED ബൾബും കിട്ടിയാൽ നമ്മളങ്ങനെ കണക്ഷൻ കൊടുക്കുക എന്നുള്ളത്. എന്ത് ചെയ്യും, LED ബൾബിൻ്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുക്കും. അതുപോലെ തന്നെ LED ബൾബിൻ്റെ നെഗറ്റീവ് ബാറ്ററി നെഗറ്റീവിലേക്ക് കൊടുത്താൽ എന്ത് ചെയ്യും, ബൾബ് പ്രകാശിക്കും. അതൊന്ന് സിമ്പിളായിട്ടുള്ള എക്സ്പെരിമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ എങ്ങനെ കണക്ഷൻ കൊടുക്കുക, അതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സിമ്പിളി ഒരു LED ബൾബ് ഒന്ന് ബ്ലിങ്ക് ചെയ്യിപ്പിക്കുകയാണ്. LED ബൾബ് ബ്ലിങ്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് കത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്കൊരു LED ബൾബാണ്. ഒരു LED ബൾബ് ആവശ്യമാണ്. LED ബൾബ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റർ എടുത്തിട്ടുണ്ട്. റെസിസ്റ്റർ നമ്മളെ വൈദ്യുതി, ഓവറായിട്ട് വരുന്ന വൈദ്യുതിയെ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ 2 വയറുകൾ എടുത്തിട്ടുണ്ട്. 2 മെയിൽ ടു മെയിൽ കണക്ഷനുള്ള 2 വയറുകൾ എടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ വയർ എടുത്തിട്ടുണ്ട്, ഒരു റെഡ് വയർ എടുത്തിട്ടുണ്ട്. ഈ റെഡ് വയർ നമ്മൾ പോസിറ്റീവിനും ബ്ലാക്ക് വയർ നെഗറ്റീവിനും എടുത്തിട്ടുള്ളത്. ഏത് കളർ കോഡ് വേണമെങ്കിലും നമുക്ക് വയർ വേണമെങ്കിലും ഉപയോഗിക്കാം. എല്ലാ വയറുകളും സെയിമാണ്. പക്ഷേ അത് നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
വയേഴ്സിൻ്റെ കളറ് ഉപയോഗിക്കുന്നത്, കണക്ഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ അഡിനോ ബോർഡ് ഒന്ന് കണക്ട് ചെയ്യുക. അഡിനോ ബോർഡ് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് കാണിക്കാം. അഡിനോ ബോർഡ് ഇതാണ് അഡിനോ ബോർഡ്. അതെന്ത് ചെയ്യുക, നമ്മൾ കണക്ട് ചെയ്യുന്നു, ഇവിടെ കണക്ട് ചെയ്യുന്നു. അഡിനോ കിറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ബ്രെഡ് ബോർഡാണ്. ബ്രെഡ് ബോർഡിൽ ആദ്യം കണക്ഷൻ കൊടുക്കുന്നത് ഒരു റെസിസ്റ്റർ എടുക്കുന്നു, ഏതെങ്കിലും ഒരു ഹോളിൽ കണക്ട് ചെയ്യുന്നു. ദെൻ ഇത് വളച്ച് കുറച്ച് താഴെയുള്ള ഒരു വേറൊരു ഹോളിൽ കണക്ട് ചെയ്യുന്നു. നമ്മുടെ സൗകര്യാർത്ഥം ഏത് ഹോളിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി LED ബൾബിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. ലീഡ് നീളമുള്ളത് ഓരോ കാല് അല്പം കുറച്ച് നീളം ഉണ്ടാവും. ഇതിൽ ഈ കാലാണ് നീളമുള്ളത്, ലെങ്ത്ത് കുറച്ച് നീളമുള്ളത്. നോക്കൂ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൽ നീളമുള്ള കാലുണ്ടല്ലോ, നീളമുള്ള കാലാണ് എന്ത് ചെയ്യുക, പോസിറ്റീവ്. ആ പോസിറ്റീവ് കാല് എന്ത് ചെയ്യുക, ഈ നമ്മുടെ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിലുള്ള ബോക്സിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഏതെങ്കിലും ഒരു ലൈനിലേക്കും കൂടി അതിന് മറ്റേ എൻഡ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യാൻ. ഓക്കെ, നമ്മുടെ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റർ കണക്ട് ചെയ്തു. അതിൻ്റെ മറ്റേ എൻഡ് കണക്ട് ചെയ്ത ലൈനിലുള്ള ഒരു ഹോളിൽ എന്ത് ചെയ്യുന്നു, LED നീളമുള്ള ലീഡ് കണക്ട് ചെയ്തു. നീളം കുറഞ്ഞ ലീഡ് അഥവാ നെഗറ്റീവ് ലീഡ് മറ്റൊരു ഹോളിൽ കണക്ട് ചെയ്തു. ഈ നീളം കുറഞ്ഞ ഹോൾ കണക്ട് ചെയ്ത ലീഡ് കണക്ട് ചെയ്ത ആ സീരീസ് ഉണ്ടല്ലോ, ഈ ഒരു സീരീസ്, ആ സീരീസിൽ ഏതെങ്കിലും ഒരു ഹോളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു പിന്ന് അഥവാ മെയിൽ ടു മെയിൽ കണക്ഷറിൻ്റെ ഒരു പിന്ന് കണക്ട് ചെയ്യുക. അത് മറ്റൊരു എൻഡ് ഫ്രീ ആയിരിക്കും. ഇനി ഈ റെസിസ്റ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, റെസിസ്റ്ററിലേക്ക് ഇവിടെ റെസിസ്റ്റർ എന്ന ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ ഏതെങ്കിലും ഒരു ഹോളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ചുവന്ന വയർ കണക്ട് ചെയ്യുന്നു. ചുവന്ന വയർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചുവന്ന വയർ എടുത്തു എന്നുള്ളൂ. ഇപ്പോൾ 2 വയറുകൾ നമ്മുടെ കയ്യിലുണ്ട്, കണ്ടല്ലോ. 2 വയറുകൾ ലീഡുകൾ, 2 വയറുകളുടെ കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ഈ ചുവന്ന വയർ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചുവന്ന വയർ നമ്മുടെ അഡിനോ ബോർഡിലെ ഇതിനകത്തുള്ള 5 വോൾട്ട് പറഞ്ഞ പിന്നുണ്ടാവും. ഇവിടെ ഒരു പിന്നുണ്ട്, രണ്ടാമത്തെ പിന്നായിട്ട് ഇടത് സൈഡിൽ രണ്ടാമത്തെ പിന്നിൽ കണക്ട് ചെയ്യാം. ഇനി ഈ ബ്ലാക്ക് വയർ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു പിന്നിൽ കണക്ട് ചെയ്യാം. അത് കണക്ട് ചെയ്യുന്നതോട് കൂടി ഇവിടെ ലൈറ്റ് കത്തി കാണുന്നുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഊരി കാണിക്കുക. ഊരിയ ലൈറ്റ് കെട്ടുപോയി, LED ബൾബ് ഓഫായി. വൈദ്യുതി പാസ് ചെയ്താൽ ഓണായി, ഓഫായി. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് LED ബൾബ് കണക്ഷൻ കൊടുത്താൽ 5 വോൾട്ടാണ് ഇതിലൂടെ പ്രവഹിക്കുക. 5 വോൾട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, LED ബൾബ് കംപ്ലൈൻ്റ് ആയിപ്പോവും, ഡാമേജ് ആവും. അത് ഒഴിവാക്കാനാണ് എന്ത് ചെയ്യുന്നത്, ആദ്യം ഒരു റെസിസ്റ്ററിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ആ വൈദ്യുതിയെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച വൈദ്യുതിയാണ് നമ്മൾ എന്ത് ചെയ്യുക, റെസിസ്റ്ററിലൂടെ LED ബൾബിലൂടെ കടത്തിവിടുക. അങ്ങനെയാകുമ്പോഴാണ് കൃത്യമായിട്ട് കത്തുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, LED ബൾബ് കംപ്ലൈൻ്റ് ആയിപ്പോവും. ഓക്കെ അല്ലോ, സിമ്പിളല്ലേ? ഇനി ഇത് വെച്ച് ഇതിപ്പോൾ നമ്മൾ ചെയ്തത് സിമ്പിളി ഒരു വൈദ്യുതി കടത്തി വിടുന്ന ഒരു പ്രോഗ്രാമാണ്. എന്ന് വെച്ചാൽ ഒരു LED ബൾബ് ജസ്റ്റ് കത്തി നിൽക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ഈ ചെയ്ത ഈ പ്രോഗ്രാം നമ്മളെന്ത് ചെയ്യുന്നു, ഇപ്പോൾ ചെയ്ത പ്രോഗ്രാം നമ്മൾ സിമ്പിളായിട്ട് ഒരു ബ്ലിങ്ക് ചെയ്യുന്ന LED എന്ന് വെച്ചാൽ കുറച്ച് സമയം ലൈറ്റ് കത്തും, കുറച്ച് സമയം ലൈറ്റ് ഓഫായി പോകും. ആ രീതിയിലുള്ളൊരു പ്രോഗ്രാംസായി ചെയ്യുകയാണെന്നെങ്കിൽ അതെങ്ങനെയാണ് പിക്ടോ ബോക്സ് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഈ റോബോട്ടിക്സിൻ്റെ കിറ്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. 1ാമത്തെ പ്രോഗ്രാം ടെക്സ്റ്റ് ബുക്കിൽ അതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ട കണക്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്, സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ കഴിയും. കണക്ഷൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഈ കണക്ഷൻ നോക്കൂ. ഇവിടെ ഗ്രൗണ്ട് ബ്ലാക്ക് വയർ നമ്മൾ ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റെഡ് കണക്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 13 പിന്നിലാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഗ്രീൻ വയറാണ് കൊടുത്തിട്ടുണ്ട്. വയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ എന്ത് ചെയ്യുന്നത്, റെസിസ്റ്ററിലേക്ക് വരുന്ന കണക്ഷൻ നമ്മൾ റെഡ് വയറാണ് യൂസ് ചെയ്തിരുന്നത്. ഗ്രീൻ വയർ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ വയർ തന്നെ കണക്ട് ചെയ്യാം. ഓക്കെ, ഗ്രീൻ വയർ കണക്ട് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഡിജിറ്റൽ പിന്നിൻ്റെ അളവ് പറഞ്ഞത് 13 13 കണക്ട് ചെയ്യുന്നു. ഓക്കെ, കണക്ഷൻ കൊടുത്തു. അപ്പോൾ
റെസിസ്റ്ററിൽ നിന്ന് വരുന്ന കണക്ഷന് റെസിസ്റ്ററിൽ നിന്ന് വരുന്ന കണക്ഷന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ 13 പറഞ്ഞ ഡിജിറ്റൽ പിന്നിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LED ബൾബിൻ്റെ നെഗറ്റീവിൽ നിന്ന് വരുന്ന കണക്ഷന് ഗ്രൗണ്ട് ബ്ലാക്ക് വയറും കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കണക്ഷൻസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രീനിലേക്ക് നോക്കൂ, നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാമും തയ്യാറാക്കാം. പ്രോഗ്രാം ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വെൻ അഡിനോ യൂണോ സ്റ്റാർട്ട്സ് അപ്പ് ദെൻ 4 hour എന്ന് പറഞ്ഞിട്ട് ഒരു ലൂപ്പ് കൊടുത്ത് ഡിജിറ്റൽ പിന്നെ 13 സെറ്റാക്കാൻ, ഹൈ ആക്കാനും ലോ ആക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി നമ്മൾ പിക്ചർ ബോക്സ് ഒന്ന് തുറക്കണം. പിക്ചർ ബോക്സ് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനീഷ്യലി തുറന്നു വെച്ചൊരു മെസ്സേജ് അവിടെ ഉള്ളത് കൊണ്ടാണ് പിക്ചർ തുറക്കുകയാണ്. പിക്ചർ തുറക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ഷോ ആൾ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് പിക്ചർ എന്ന ഇത് ക്ലിക്ക് ചെയ്ത് തുറക്കുക. ഒരു കരടിക്കുട്ടിയുടെ പിക്ചറാണ് ഉണ്ടാവുക. ആ കരടിക്കുട്ടിയുടെ പേരാണ് ടോബി. ഒരു സ്പ്രൈറ്റാണ്, പിക്ചർ ബോക്സിലെ ഒരു സ്പ്രൈറ്റാണ് കരടിക്കുട്ടി. ദെൻ ഇത് തുറന്ന് വരുമ്പോൾ ഇവിടെ ഈ ബ്ലോക്ക് കോഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ആക്കുക. തുറന്ന് വരുമ്പോൾ ബ്ലോക്ക് കോഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കുക. ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ ചെയ്യാം. 1 second. ഷോ ഓൾ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് പിക്ചർ ബോക്സ് എന്നത് തുറക്കുക. പിക്ചർ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുന്നത്, സ്ക്രീനിൽ തുറന്നു വരുന്നു. ഈ തുറന്നു വരുന്നതിനകത്ത് ഈ ഇവിടെ കാണുന്ന ഈ ബ്ലോക്ക് കോഡിംഗ് എന്നുള്ളതിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് ജസ്റ്റ് ബ്ലോക്ക് കോഡിംഗ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റ് ആസ് ഡിഫാൾട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുകയൊന്നും ചെയ്യരുത്, ജസ്റ്റ് ബ്ലോക്ക് കോഡിംഗ് മാത്രം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനീഷ്യലി സ്ക്രീൻ ഇങ്ങനെയാണ് കാണിക്കുക, വിൻഡോ അങ്ങനെയാണ് കാണിക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ട വർക്ക് നമ്മളിവിടെ ബോർഡിനെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ബോർഡിനെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്താൽ ആദ്യം ബോർഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഏത് ബോർഡാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത്. പിക്ചറിൽ ഒരുപാട് ബോർഡുകൾ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ബോർഡ് എന്ന് പറയുന്ന മെസ്സേജിൽ ഈ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ബോർഡുകൾ ദൃശ്യമാവും. ഇതിൽ അഡിനോ യൂണോ എന്നുള്ളതാണ് നമ്മുടെ കോഡ്, നമ്മുടെ ബോർഡ്. ആ ബോർഡ് അതിലൊന്ന് കണക്ട് ചെയ്യുക. അഡിനോ യൂണോ കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യാനുള്ള മെസ്സേജ് വരും. പോർട്ടൊക്കെ കറക്റ്റ് ആണെങ്കിൽ, സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഹാർഡ്വെയറൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഇവിടെ കണക്റ്റ് ആക്കാനുള്ള മെസ്സേജ് വരും. സപ്പോസ് അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും, നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ബന്ധപ്പെട്ടവർ കണക്ട് ചെയ്ത് ശരിയാക്കി തരും. ഇൻവിജിലേറ്റേഴ്സിനോട് പറഞ്ഞാൽ മതി കണക്ഷൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ. ഇവിടെ കണക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് കണക്റ്റഡ് ആവും. ഇവിടെ കണക്റ്റഡ് ആയി എന്നുള്ള സിമ്പിളാണ്. മുകളിൽ 2 കേബിളുകൾ ഇവിടെ കണ്ടോ, 2 കേബിളുകൾ കണക്റ്റഡ് ആയി പോയി കാണിക്കുന്നുണ്ട്. ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ, ഡിസ്കണക്ട് ചെയ്ത് കാണിക്കുക. ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ ഇവിടെ സ്ക്രീനിലുണ്ടാവുക 2 വയറുകൾ അകന്നിരിക്കുന്ന പോലെയാണ് കാണിക്കുക. കണ്ടോ, 2 വയറുകൾ അകന്നിരിക്കുന്ന പോലെ. കണക്ട് ചെയ്യാൻ ഇവിടെ നിന്ന് കണക്ട് ചെയ്താൽ മതി. ഒരിക്കൽ നമ്മൾ ബോർഡ് സെലക്ട് ചെയ്താൽ കണക്ട് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബോർഡ് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ സർക്യൂട്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട കോഡുകൾ റെഡിയാക്കണം. ബോർഡ് കണക്ട് ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം, 2 തരത്തിൽ പിക്ചർ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യും, കോഡ് തയ്യാറാക്കും. ഒന്നാമത്തെ മോഡ് സ്റ്റേജ് മോഡ്, രണ്ടാമത്തെ മോഡ് അപ്ലോഡ് മോഡ്. സ്റ്റേജ് മോഡ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എഴുതാനും പ്രോഗ്രാം വർക്ക് ചെയ്യിപ്പിക്കാനും കമ്പ്യൂട്ടർ ആവശ്യമുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്റ്റേജ് മോഡ് എന്ന് പറയും. ഇനി പ്രോഗ്രാം എഴുതാൻ മാത്രം കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയും പ്രോഗ്രാം വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് കമ്പ്യൂട്ടർ ആവശ്യമില്ലാതെ അഡിനോ ബോർഡ് ഇൻഡിപെൻഡൻ്റായി വർക്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുക അപ്ലോഡ് മോഡാണ്. പ്രോഗ്രാം എഴുതിയിട്ട് അഡിനോ ബോർഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. ആ അപ്ലോഡ് ചെയ്ത മെസ്സേജിനനുസരിച്ച് പ്രോഗ്രാം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള കോഡുകൾ എഴുതി അപ്ലോഡ് മോഡ് എന്നുള്ളിടത്താണ്. അപ്പോൾ ഇവിടെ മുകളിൽ കാണുന്ന മോഡ് എന്ന് പറഞ്ഞ സെക്ഷനകത്ത് ഇപ്പോൾ നിലവിൽ സ്റ്റേജ് മോഡാണ് ഓണായിരിക്കുന്നത്. സ്റ്റേജ് മോഡാണ് ഓണായിരിക്കുന്നുള്ളത് തെളിവാണ് സ്ക്രീനിലൊരു ടോബി എന്ന് പറഞ്ഞ കരടിക്കുട്ടി. ഈ ടോബി സ്ക്രീനിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക സ്റ്റേജ് മോഡാണ്. പരീക്ഷയ്ക്ക് അധികം ചോദിക്കും മോഡൽ സ്റ്റേജ് മോഡിൽ തന്നെ ആയിരിക്കും. അപ്ലോഡ് മോഡിൽ ക്വസ്റ്റ്യൻസ് കുറവാകാനാണ് ചാൻസ്. അഥവാ എന്തായാലും നിങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലോഡ് മോഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ അപ്ലോഡ് മോഡ് ചെയ്യും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ നോർമലി ഉള്ള മോഡൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി മാത്രം അപ്ലോഡ് മോഡിൽ ചെയ്യണം. അപ്പോൾ ഈ അപ്ലോഡ് മോഡ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റേജ് മോഡിലാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് മെസ്സേജ് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഇടയിൽ വരുന്ന മെസ്സേജുകളൊക്കെ ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി. ഇവിടെ അഡിനോ യൂണോ ബോർഡ് സ്റ്റാറ്റസ് എന്ന് കാണിക്കുന്ന മെസ്സേജ് ഉണ്ടോ, ഈ മെസ്സേജ് ഒരു ഗ്രേ കളറിലാണ് ഉണ്ടാവുക. സപ്പോസ് ഇത് നമ്മൾ കറക്റ്റ് അപ്ലോഡ് മോഡിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ഒരു ഗ്രീൻ കളറിലേക്ക് അത് മാറും. ഞാനിവിടെ അപ്ലോഡ് മോഡിലേക്ക് മാറ്റാം. ഇവിടെ അപ്ലോഡ് മോഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഉടനെ ഇതെന്ത് ചെയ്തു, ഒരു ലൈറ്റ് പീക്കോക്ക് കളറിലേക്ക് മാറിയല്ലോ, ഈ കളറിലേക്ക് മാറും. അപ്പോൾ കാരണം ഇപ്പോൾ എനേബിൾ ആയിരിക്കുന്നത് നമ്മുടെ സ്ക്രീനിൽ നിന്ന് ടോബി പോയി ഇപ്പോൾ അപ്ലോഡ് മോഡാണ്. നമ്മൾ തയ്യാറാക്കുന്ന കോഡ് എന്ത് ചെയ്യും, റെഡി ആയിട്ട് തയ്യാറാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ കമാൻഡ് എന്താണ്? വെൻ അഡിനോ യൂനോ സ്റ്റാർട്ട്സ് അപ്പ്. അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. വെൻ അഡിനോ യൂനോ സ്റ്റാർട്ട്സ് അപ്പ് ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. ദെൻ മെസ്സേജ് പറയുന്നത് 4 hour എന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ 4 hour എന്നുള്ള കണ്ടീഷൻ വേണം. 4 hour എന്നുള്ള കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ കൺട്രോൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കൺട്രോൾസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമുക്ക് എക്സാമിന് സമയത്ത് നിങ്ങൾക്ക് പ്രോഗ്രാം സ്ക്രീനിൽ തരും. അപ്പോൾ ആ പ്രോഗ്രാം തരുമ്പോൾ അതിന് ഓരോ കോഡ് സെഗ്മെൻറ്റിനും ഓരോ കളർ കോഡിങ് ഉണ്ടാവും. അപ്പോൾ ആ കളർ കോഡിംഗ് ഉള്ള സെക്ഷനിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു കളറിൽ പറയുന്ന ക്വസ്റ്റ്യൻ കോഡിൻ്റെ ഭാഗങ്ങൾ അതിനകത്ത് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ 4 hour എന്നാണ് പറഞ്ഞത്. 4 hour ഇവിടെ സെറ്റ് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ 13ാമത്തെ പിന്നിലേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഡിനോ ബോർഡിലേക്ക് തന്നെ വീണ്ടും പോവുക. സെറ്റ് ഡിജിറ്റൽ പിന്ന് 13 ആസ് ഔട്ട്പുട്ട് ആസ് ഹൈ എന്നുള്ള മെസ്സേജ് കൊടുക്കുക. അതാണ് അടുത്ത കമാൻഡ്. സെറ്റ് ഡിജിറ്റൽ പിൻ 13 ഔട്ട്പുട്ട് ആസ് ഹൈ എന്ന് കൊടുത്തു. അതിനുശേഷം വെയിറ്റ് 1 second, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. വീണ്ടും എന്ത് ചെയ്യുക? അതിന് ഓഫ് ആക്കാനുള്ള കമാൻഡ് കൊടുക്കുക. വീണ്ടും ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വെൻ അഡിനോ യൂനോ സ്റ്റാർട്ട്സ് അപ്പ് എന്ന് പറഞ്ഞ മെസ്സേജ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇനി ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അതും കൺട്രോൾ എന്ന് പറയുന്ന കമാൻഡിനകത്താണ് വരിക, ആ സെക്ഷനിലാണ് വരിക. അതിനകത്ത് വെയിറ്റ് നോക്കിയാൽ വെയിറ്റ് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ദെൻ വീണ്ടും ഇപ്പോൾ ഓൺ ആയിരിക്കുന്ന LED സിഗ്നൽ നമ്മൾ ഓഫ് ആക്കണം. അതിന് വീണ്ടും ഈ സെയിം സംഭവം തന്നെ കണക്ട് ചെയ്യുക. സെറ്റ് ഡിജിറ്റൽ പിൻ 13 ആസ് ഔട്ട്പുട്ട് ആസ് ഹൈ എന്നുള്ളത് തന്നെ കൊടുന്ന് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഹൈ എന്നുള്ളത് എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്തിട്ട് ലോ എന്നാക്കുക. ഇവിടെ 13 പകരം നമ്മൾ വേറെ ഏത് പിൻ എടുക്കുകയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ 13 ക്ലിക്ക് ചെയ്താൽ ഒരു ലിസ്റ്റിന് വരും. നമുക്ക് ആവശ്യമുള്ള നമ്പർ ഏതാണോ, നമ്മൾ ഏത് കോഡാണോ നമ്മുടെ ഏത് പിന്നിലേക്കാണോ അല്ലെങ്കിൽ ഏത് IO ഡിജിറ്റൽ പിന്നിലേക്കാണോ നമ്മുടെ കണക്ഷൻസ് കൊടുത്തിരിക്കുന്നത്, അതേ കണക്ഷൻ്റെ നമ്പറാണ് നമ്മൾ പ്രോഗ്രാം കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ടത് ഈ പ്രോഗ്രാമും ആ സർക്യൂട്ടും പരസ്പരം കണക്റ്റഡായി വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ 13 എന്നാണ് പിന്നുണ്ടായിരുന്നത്. നമ്മൾ 13 തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ക്വസ്റ്റ്യനിലും 13 തന്നെയാണ്. നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് താഴെയുള്ളൊന്ന് വെയിറ്റ് ഒരു സെക്കൻഡ് കൂടി കൊടുക്കാനുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് താഴെ കൊണ്ടുവന്ന് വെയിറ്റ് ഒരു സെക്കൻഡ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ കോഡ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ പൈതൻ്റെ ലാംഗ്വേജ് കോഡ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു പസിൽ പോലെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ്. ഈ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് കോഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ കോഡിലൊന്നും കയറി ഒന്നും ചെയ്യരുത്. ഒരു കാരണവശാലും ആ ഏരിയയിൽ ക്ലിക്ക് ചെയ്യാൻ പാടില്ല. ദെൻ ഇത്രയും കോഡ് തയ്യാറായി കഴിഞ്ഞു. ദെൻ അപ്ലോഡ് കോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്ലോഡ് കോഡ്, ഈ ഒരു ഓപ്ഷൻ അപ്ലോഡ് ഇവിടെ അല്ല കേട്ടോ, ഈ താഴെ കാണുന്ന അപ്ലോഡ് കോഡ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി അപ്ലോഡിങ് ഇങ്ങനെ കാണിക്കും. സീരിയൽ പോർട്ട് ഇസ് കണക്റ്റഡ്. ദെൻ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഔട്ട്പുട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാനിവിടെ കാണിക്കാം. നോക്കൂ, നമ്മുടെ ഔട്ട്പുട്ടിൽ സിഗ്നൽ ബൾബ് കത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓണാകുന്നു, ഓഫാകുന്നു. ലൈറ്റ് 1 സെക്കൻഡ് പ്രകാശിക്കുന്നു, അതുപോലെ തന്നെ ഓഫാകുന്നു. കാരണം ഇവിടെ സൈഡിൽ ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് നല്ല രീതിയിൽ കാണാൻ കഴിയാത്തത്. എന്നാലും കാണാൻ കഴിയും. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ 1 സെക്കൻഡ് നേരത്തേക്കാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ വെയിറ്റ് 1 സെക്കൻഡ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? വെയിറ്റ് 1 സെക്കൻഡ് എന്നുള്ളത് നമ്മൾ ഒരു അര സെക്കൻഡ് ആയാലും എന്ത് ചെയ്യും? ആ ഡിലേ കുറക്കാം. 0.5 ആക്കി കൊടുത്തു. 0.5 ആക്കിയാൽ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് പ്രോഗ്രാമിൽ വരുത്തിയാൽ എന്ത് ചെയ്യണം? ആ വരുത്തിയ കോഡ് എന്ത് ചെയ്യണം? നമ്മുടെ അഡിനോ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതിനെന്ത് ചെയ്യുക? അപ്ലോഡ് കോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലോഡ് കോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും. അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വന്നാൽ എന്ത് ചെയ്യുക? സ്ക്രീനിലേക്ക് നോക്കുക, വീഡിയോ നോക്കൂ. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ആ വീഡിയോ കറക്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യുന്ന ആ ഒരു LED ബൾബ് ബ്ലിങ്ക് ചെയ്യുന്ന സ്പീഡ് കൂടിയത് കണ്ടോ? കാരണം നേരത്തെ 1 സെക്കൻഡ് ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്? വെയിറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് അര സെക്കൻഡായി. അപ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ വേഗത വർദ്ധിപ്പിക്കണമെങ്കിൽ ഇടയിലുള്ള സമയം, വെയിറ്റിങ്ങിന് സമയം എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. വെയിറ്റിംഗ് സമയം കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 1 സെക്കൻഡ് ആണെങ്കിൽ 2 സെക്കൻഡ് ആണെങ്കിൽ 1 സെക്കൻഡ് ആക്കുക, 1 സെക്കൻഡ് ആണെങ്കിൽ അര സെക്കൻഡ് ആക്കുക. അങ്ങനെ അര സെക്കൻഡ് മീൻസ് 0.5 ആണെങ്കിൽ 0.25. അങ്ങനെ എന്ത് ചെയ്യുക? അതിനെ പകുതി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡിലേ നമുക്ക് കൂട്ടാൻ കഴിയും. ഡിലേ കുറച്ചിട്ട് വേഗത കൂട്ടാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ഒന്നാമത്തെ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ കണക്ഷൻസ് എങ്ങനെ കൊടുക്കുക എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിമ്പിളായിട്ടുള്ള ഓരോരോ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അത് ചെയ്യുക വഴി നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ കിട്ടും. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എക്സാം
എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കൈറ്റ് നൽകിയ ഒരു മോഡൽ ക്വസ്റ്റ്യനാണ്. വായിച്ചു നോക്കൂ. കീബോർഡിലെ റൈറ്റ് ആരോ പ്രസ് ചെയ്യുമ്പോൾ സെർവോ മോട്ടറിനെ 90 ഡിഗ്രിയിൽ നിന്നും 180 ഡിഗ്രിയിലേക്ക് ചലിപ്പിക്കുന്നതിനായി തയ്യാറാക്കിയ ഒരു സർക്യൂട്ട് ഡയഗ്രം പിക്ടോ ബോക്സ് കോഡുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. എന്നുവെച്ചാൽ അതിന് കണക്ഷൻ കൊടുക്കേണ്ട കണക്ഷൻസ് പിക്ചർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൽ കൊടുക്കേണ്ട കമാൻഡ് തന്നിട്ടുണ്ട്, കോഡ് തന്നിട്ടുണ്ട്. ഡയഗ്രത്തിലെ ഘടകങ്ങൾ ഉപയോഗിച്ച് സർക്യൂട്ട് നിർമ്മിച്ച് പിക്ടോ ബോക്സിൽ കോഡ് തയ്യാറാക്കി ഉപകരണം പ്രവർത്തിപ്പിക്കുക. ആദ്യം എന്ത് ചെയ്യണം, ഈ കണക്ഷൻസ് കണക്ട് ചെയ്തിട്ട് കൃത്യമായി കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഇതിനകത്തുള്ള ഈ പ്രോഗ്രാം വെച്ചിട്ട് ഇതെന്ത് ചെയ്യണം, വർക്ക് ചെയ്യിപ്പിക്കണം. അതിനുശേഷം കീബോർഡിലെ ലെഫ്റ്റ് ആരോ എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ സെർവോ മോട്ടറിനെ 90 നിന്നും 0 കൂടി ചലിപ്പിക്കുന്ന വിധത്തിൽ കോഡിൽ ആവശ്യമായ മാറ്റം വരുത്തി ഉപകരണം വർക്ക് ചെയ്യിപ്പിക്കാം. ഇതിൽ നിലവിൽ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഡോർ ഓപ്പൺ ആവുന്ന രീതിയിലാണ് സെർവോ മോട്ടറിനെ മൂവ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ലെഫ്റ്റ് ആരോ കൂടി സെറ്റ് ചെയ്യുമ്പോൾ 90 നിന്നും 0 സെറ്റ് ചെയ്യുന്ന രീതിയിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അത് മാറ്റം വരുത്തിയ പ്രോഗ്രാം exam10 products എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _leftarrow.sb3 എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് ആരോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, രജിസ്റ്റർ നമ്പർ _leftarrow എന്നുള്ള രീതിയിൽ ഫയൽ സേവ് ചെയ്യാൻ കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറേ കൂടി ഒരു ധൈര്യം വരും. സിമ്പിളായ ക്വസ്റ്റ്യനാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ പരീക്ഷയ്ക്ക് വരുള്ളൂ. നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം, ആദ്യം ഈ ബോക്സ് ഒന്ന് സെറ്റ് ചെയ്യണം, പ്രോഗ്രാം ഒന്ന് സെറ്റ് ചെയ്യണം. പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്യാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഒരു സെർവോ മോട്ടറാണ്. സെർവോ മോട്ടറിലേക്ക് ഞാൻ ലീഫ് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ നമുക്കൊരു 3 വയറുകൾ ആവശ്യമാണ്. 3 വയറുകൾ സെർവോ മോട്ടറും അഡിനോ ബോർഡും മാത്രമേ ആവശ്യമുള്ളൂ സർക്യൂട്ടിൽ, നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 3 വയറുകൾ, ഞാൻ ഇതിൻ്റെ അതേ സെയിം കളറുള്ള വയറുകൾ തന്നെ ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. യെല്ലോ വയർ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, യെല്ലോ എന്ന് പറയുന്ന പിന്നിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്നു. യെല്ലോയുടെ വയർ യെല്ലോ കണക്ഷനിലേക്ക് തന്നെ കൊടുക്കുന്നു. ലൂസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി കണക്ട് ചെയ്ത് നോക്കുക, ഒന്ന് തിരിച്ച് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, ടൈറ്റ് ആയിക്കോളും. ദെൻ രണ്ടാമതായിട്ടുള്ള റെഡ് വയറാണ്. അപ്പോൾ റെഡ് വയറിൽ തന്നെ കണക്ട് ചെയ്യുകയാണ്. ഇത് ഇവിടെ ഫീമെയിൽ പോർട്ടാണ്, ഞാൻ കണക്ട് ചെയ്യുന്നത് മെയിൽ പോർട്ടായിട്ടുള്ള വയറാണ്. ദെൻ അടുത്ത് ബ്ലാക്ക് വയർ, ലാസ്റ്റുള്ള ഈ ബ്ലാക്ക് ഓർ ബ്രൗൺ വയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ഇനി നമ്മൾ സർക്യൂട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ബ്ലാക്ക് വയർ എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. അതുപോലെ റെഡ് വയർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ VCC അഥവാ 5 വോൾട്ടാണ്. ഈ യെല്ലോ വയറാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ വരുന്നത്. അപ്പോൾ സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് സെർവോ മോട്ടറാണ്. അപ്പോൾ നമ്മൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻസ് ഉള്ള പിന്നിലേക്ക് തന്നെ കൊടുക്കണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് നമ്മളടുത്ത് 11ാമത്തെ പിന്നിലാണ് കണക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈ യെല്ലോ വയർ നമ്മൾ എന്ത് ചെയ്യുന്നു, 11ാമത്തെ പിന്നിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കൂ 10 12ആണിത്. അപ്പോൾ ഇതായിരിക്കും 11. കറക്റ്റായിട്ട് ഇവിടെ 12 ഉണ്ട്. അപ്പോൾ 12 തൊട്ടടുത്തുള്ള 11 പറഞ്ഞ പിന്നിൽ നമ്മൾ 12ആണിത്, ഇത് 11. അപ്പോൾ 11 കണക്ട് ചെയ്തു. ഇനി നമ്മുടെ ഈ റെഡ് വയർ കൊണ്ടുപോയിട്ട് 5 വോൾട്ടിൽ കണക്ട് ചെയ്യുക. അതുപോലെ ബ്ലാക്ക് വയർ എടുത്തിട്ട് ഗ്രൗണ്ട് പറഞ്ഞ പിന്നുണ്ടല്ലോ, ഗ്രൗണ്ട് GND, അതിൽ കണക്ട് ചെയ്യാം. ഓക്കെ, കണ്ടല്ലോ. ഇപ്പോൾ ബ്ലാക്ക് വയർ ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്, റെഡ് വയർ 5 വോൾട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, യെല്ലോ വയർ 11 എന്ന് പറയുന്ന പിന്നിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് സർക്യൂട്ട് റെഡിയാക്കിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പിക്ടോ ബോക്സ് തുറന്ന് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കമാൻഡുകൾ തയ്യാറാക്കണം. അപ്പോൾ പിക്ടോ ബോക്സ് തുറക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഷോ ഓൾ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഷോ ഓൾ ആപ്ലിക്കേഷൻ തുറക്കുന്നു. ഷോ ഓൾ തുറന്നിട്ട് പിക്ടോ ബോക്സ് തുറക്കുന്നു. തുറന്നു വരുമ്പോൾ ബ്ലോക്ക് കോഡിംഗ് എന്നുള്ള ഓപ്ഷൻ കണക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾറെഡി ഞാൻ ലാപ്ടോപ്പിലേക്ക് LED നമ്മുടെ USB കണക്ഷൻ വഴി ബോർഡിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കണക്ഷൻസ് എന്ത് ചെയ്യണം, നമ്മുടെ കമ്പ്യൂട്ടറിൽ കൂടി കണക്ട് ചെയ്യണം. അതിന് ബോർഡ് സെലക്ട് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് അഡിനോ യൂനോ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ കണക്ട് ചെയ്യാനുള്ള മെസ്സേജ് വരും. അതിൽ കണക്റ്റ് കൊടുത്താൽ കണക്റ്റ് ആവും. കണക്റ്റഡ് ആയി എന്നുള്ള സിമ്പിളാണ് ഇവിടെ 2 കേബിളുകൾ പരസ്പരം കണക്റ്റഡ് ആയിട്ട് സിമ്പിളോടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് കോഡ് ഓരോന്ന് ചെയ്യാം. കോഡ് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെൻ ഗ്രീൻ ഫ്ലാഗ്
ക്ലിക്കഡ് എന്നതാണ് ഒന്നാമത്തെ മെസ്സേജ്. ദെൻ അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ സ്റ്റേജ് മോഡിലായിരിക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ കോഡിനകത്ത് മുകളിൽ യെല്ലോ കളറിലൊരു കോഡ് വരികയാണെങ്കിൽ, സ്റ്റാർട്ടിങ് യെല്ലോ കളറിലാണെങ്കിൽ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കഡ്, വെൻ സ്പേസ് ക്ലിക്കഡ്, വെൻ എ ബട്ടൺ ക്ലിക്കഡ് എന്നിങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ആ പ്രോഗ്രാം എവിടെ സെറ്റ് ചെയ്യണം, സ്റ്റേജ് മോഡിലാണ് സെറ്റ് ചെയ്യേണ്ടത്. സ്റ്റേജ് മോഡിലാണ് അത് വർക്ക് ചെയ്യുക. കാരണം അത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ കീബോർഡ് ആവശ്യമാണ്. കാരണം ഇവിടെ ആരോഗ്യ പ്രസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആരോഗ്യ പ്രസ് ചെയ്യുമ്പോൾ ആരോഗ്യ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജ് മോഡിലാണ് ഇത് ചെയ്യേണ്ടത്. ഇനി വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കഡ് എന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, ഇവൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ഇവൻറ്റ്സിൽ ഒന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കഡ് എന്നുള്ളത്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ സെർവോ മോട്ടറിൻ്റെ സെക്ഷനിലേക്ക് പോകണം. ഈ ആർഡിനോ ബോർഡിൻ്റെ താഴെയായിട്ടാണ് സെർവോ മോട്ടർ ഉണ്ടാവുക. അപ്പോൾ ആർഡിനോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് വരും. നമുക്ക് താഴേക്ക് പോയാൽ സെർവോ മോട്ടറിൻ്റെ സെക്ഷൻ വരും. ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിലാണ് സെർവോ മോട്ടറിൻ്റെ ഭാഗങ്ങൾ വരിക. ഇവിടെ സെറ്റ് സെർവോ 11 on 13 ആംഗിൾ എന്നുള്ളത് സെറ്റ് ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ അതിനനുസരിച്ച് നമ്മുടെ ആംഗിളിന് 11 നമ്മുടെ പിന്നുള്ളത്. നോക്കൂ, സെർവോ മോട്ടറിൽ നോക്കൂ, 3, 5, 6, 6, 9, 10, 11 ഇത്രയും പിന്നുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെർവോ മോട്ടറിൽ നമുക്ക് മെസ്സേജ് സിഗ്നൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയുള്ളൂ. 3, 5, 6, 9, 10, 11 ഈ പിന്നുകളിൽ മാത്രം. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നൊരു അടയാളം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ, ഒരു വേവ് പോലുള്ളൊരു അടയാളം. ഓക്കെ, നമ്മൾ 11ലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കമാൻഡിൽ ഇത് കോഡൊന്നുകൂടി നോക്കാം. ഇവിടെ നോക്കൂ, ഇനി അടുത്ത് 4 hour കമാൻഡിൽ ഇത് 90 ഡിഗ്രിയാണ്. 4 hour എന്ന് അടുത്ത കമാൻഡ് വരുന്നു. 4 hourനകത്ത് ഇഫ് ഒരു കണ്ടീഷൻ ദെൻ എന്നൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അടുത്ത് ഇവൻറ്റ്സിൽ പോവുക. ഇവൻറ്റ്സിലുണ്ടാവും, ഇവൻറ്റ്സിലെ കൺട്രോൾ എന്ന് പറഞ്ഞ സെക്ഷനിൽ 4 hour ഉണ്ടാവും. ആ 4 hour കൊടുന്ന് പ്ലേസ് ചെയ്യുക. ദെൻ അടുത്ത് ഇഫ് ദെൻ എൽസ് എന്നുള്ള കണ്ടീഷൻ അത് ഇവിടെ കൊണ്ട് നോക്കുക. ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇഫ് ദെൻ എൽസ് എന്ന് ചെയ്യുക, അതിനകത്ത് അകത്ത് കൊടുന്ന് പ്ലേസ് ചെയ്യുക. ഇത് ഓരോ കമാൻഡുകളും പരസ്പരം കണക്റ്റഡ് ആവാൻ ഓരോ എഡ്ജും ജോയിൻറ്റുകളൊക്കെ ഉണ്ടാവും. അത് ആ കറക്റ്റായിട്ട് ആ ഒരു ഇതിനകത്ത് വെച്ച് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവും. ഇനി ഇതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സെൻസിങ്ങിനകത്താണ് കണ്ടീഷൻ ഉണ്ടാവുക. സെൻസിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും ടച്ചിങ് മൗസ് പോയിൻ്റർ. നോക്കൂ, അതല്ല വരുന്നത്. ഇവിടെ കീ സ്പേസ് പ്രസ് ഇടുന്നുണ്ടല്ലോ, അത് കൊണ്ടുവന്നിട്ട് ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്യുക. ഈ ഒരു ഗ്യാപ്പിനകത്ത് ഇതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു വൈറ്റ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് വരും. അവിടെ അങ്ങനെ കൊടുന്ന് പ്ലേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അതിനകത്തേക്ക് കയറിയിരിക്കും. ഇനി സ്പേസ് എന്നുള്ളതിന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് വരും. എല്ലാ അക്ഷരങ്ങൾ അതിനകത്ത് ഉണ്ടാവും. നമുക്കിവിടെ വേണ്ടത് എന്താണ്, റൈറ്റ് ആരോക്കിയാണ്. റൈറ്റ് ആരോക്കി സെറ്റാക്കി. അപ്പോൾ റൈറ്റ് ആരോക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു കമാൻഡ് കൊടുക്കണം എന്നാണ്. കമാൻഡ് എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ മുകളിലുള്ള ഇവിടെ സെറ്റ് സെർവോ 11 on 13 ആംഗിൾ എന്നല്ലേ, അത് 90 ആംഗിൾ എന്നാണ് സെറ്റ് ചെയ്യേണ്ടത്. ആംഗിൾ സെറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേ കമാൻഡിന് താഴേക്കും വേണ്ടത് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അടിനോയിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ താഴേക്ക് വലിച്ചാലും കിട്ടും. ഓക്കെ, ഇവിടെ സെറ്റ് സെർവോ 11 on എന്നുള്ള കമാൻഡ് ഒന്നുകൂടെ കൊണ്ടുവന്ന് നോക്കുക. ഇവിടെ ആംഗിൾ 11 തന്നെയാണ്, പക്ഷേ കോഡിൽ ഇതെന്താണ് 180 ആണ്. അപ്പോൾ നമ്മൾ 180 എന്നുള്ള കമാൻഡാക്കി വെക്കുക. കോഡൊന്ന് പോയി നോക്കാം. നോക്കൂ, വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കഡ് സെറ്റ് സെർവോ 11 on 19 ആംഗിൾ 4 hour if the right arrow pressed then set servo 11 to 180 ആംഗിൾ 150 ആംഗിളിലേക്ക് ഇതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. വർക്ക് ചെയ്യിപ്പിക്കാൻ പിക്ടോയ്ക്ക് തന്നെ തിരിച്ചു വരുന്നു. പ്രോഗ്രാം പൂർത്തിയായി, നമ്മുടെ കണക്ഷൻസ് സെറ്റാണ്. ഇതെന്ത് ചെയ്യണം, ഈ കോഡിനെ നമ്മുടെ അഡിനോ യൂണിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ അപ്ലോഡ് ഫേംവെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്ലോഡ് ഫേംവെയർ അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണക്ഷൻസൊക്കെ ഓക്കെ ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നമുക്ക് നോക്കാം, ഇത് കറങ്ങി വരും. ഓക്കെ, അപ്ലോഡ് സക്സസ്ഫുള്ളി. നമ്മൾ എഴുതിയ കോഡ് എന്ത് ചെയ്തു, പ്രോഗ്രാമിലേക്ക് കയറി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാം.
ഇവിടെ ശ്രദ്ധിക്കൂ, ഇതിനകത്ത് ഞാൻ സ്ക്രീനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് എന്നുള്ള മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ഫ്ലാഗിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾ മൂവ് ചെയ്ത് കണ്ടല്ലോ. ഇനി ഞാൻ കീബോർഡിൽ റൈറ്റ് ആരോ കീ ഒന്ന് പ്രസ് ചെയ്യാണ്, കണ്ടോളൂ കേട്ടോ. റൈറ്റ് ആരോ കീ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ മൂവ് ചെയ്ത് കണ്ടോ, ഒരു പ്രാവശ്യം മൂവ് ചെയ്തുള്ളൂ. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. കീബോർഡിൽ ഞാനിവിടെ ഗ്രീൻ ഫ്ലാഗ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഇത് മൂവ്മെൻറ്റ് വരുന്നത് ശ്രദ്ധിച്ചുകൊണ്ടു. ആംഗിൾ മൂവ് ചെയ്തുകൊണ്ടോ, ഇങ്ങനെ ഇത് മൂവ് ചെയ്യും. ഇപ്പോൾ 90 ആംഗിളാണ് നമ്മൾ സെറ്റ് ചെയ്തതിൽ നിന്ന് 90, ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നത്, അത് എന്ത് ചെയ്തു 90 ആംഗിൾ മൂവ് ചെയ്തു. ഇനി 180ക്ക് കറങ്ങുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഈ എൻഡ് ഇങ്ങോട്ടേക്ക് കറങ്ങി വരും. അത് നമ്മൾ റൈറ്റ് ആരോ കീ ഒന്ന് പ്രസ് ചെയ്താൽ മതി. കീബോർഡിൽ റൈറ്റ് ആരോ കീ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോളൂ, 180 കറങ്ങി. നോക്കൂ, ആംഗിൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണത് സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ആംഗിൾ ചേഞ്ചസ് വരാം. ഇപ്പോൾ ഉള്ളത് 180 ആംഗിളിലാണുള്ളത്. ഇനി നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കാം. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ ഇനി നമ്മളിത് 90 ആംഗിളിലേക്ക് ഈ പൊസിഷനിൽ ഉണ്ടായിരുന്നത് അങ്ങോട്ടേക്ക് പോയി. ഇനി എന്ത് ചെയ്യും, റൈറ്റ് ആരോ കീ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തിരിച്ച് 180 തന്നെ തിരിച്ചു വന്നു. ഓക്കെ, ഇങ്ങനെയാണിത് വരിക, മെസ്സേജ് വരിക. ശ്രദ്ധിക്കുക, 2 മൂവ്മെൻറ്റ് വന്നാൽ മതി. ഇനി അടുത്ത കമാൻഡായിട്ട് ഇതിനകത്ത് പറയുന്നത്, നമുക്കിത് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നത്, കീബോർഡിൽ ലെഫ്റ്റ് ആരോ എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ സെർവോ മോട്ടറിനെ 90 നിന്നും 0 കൂടി ചലിപ്പിക്കുന്ന വിധത്തിൽ കോഡിൽ ആവശ്യമായ മാറ്റം വരുത്തി ഉപകരണം പ്രവർത്തിപ്പിക്കാനാണ്. ഒരു കോഡും കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ റൈറ്റ് ആരോൻ്റെ കൂടെ ലെഫ്റ്റ് ആരോ കൂടി ആഡ് ചെയ്യണം. ലെഫ്റ്റ് ആരോ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, 90 നിന്ന് എന്ത് ചെയ്യണം, 0 തിരിഞ്ഞു വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. പിക്ചർ ബോക്സ് ഒന്ന് തുറന്നു. ദെൻ ഈ കമാൻഡ് ഇവിടെ നിന്ന് ഓഫ് ചെയ്തു. അതിനുശേഷം ഇഫ് ദെൻ എൽസ് എന്നുള്ള കണ്ടീഷൻ വീണ്ടും വേണം. അതിനിവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺട്രോളിൽ പോയി ഇഫ് ദെൻ എൽസ് ഒന്നുകൂടെ കൊണ്ടുവന്ന് ഇവിടെ താഴെ വെച്ചു. ദെൻ ഇവിടെ സെൻസിങ്ങിൽ വന്നു കഴിഞ്ഞാൽ കീ ദെൻ പ്രസ് എന്നുള്ള കീ സ്പേസ് പ്രസ് എന്നുള്ള കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. ഇവിടെ റൈറ്റ് ആരോ എന്നുള്ള പകരം ഞാൻ എന്ത് ചെയ്യും, ലെഫ്റ്റ് ആരോ നോക്കി. അതിനുശേഷം സെർവോ മോട്ടറിൻ്റെ സെക്ഷനിലേക്ക് പോയി. സെർവോ മോട്ടറിൻ്റെ സെക്ഷനിലേക്ക് പോകാൻ അഡിനോളിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് മൂവ് ചെയ്തു. അവിടെ സെറ്റ് സെർവോ എന്നുള്ള കമാൻഡ് ഉണ്ട്, അത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. ഇവിടെ ഈ 90ക്ക് പകരം ഇവിടെ എന്ത് ചെയ്യുക, 0 കൊടുക്കുക. ഓക്കെ, ഇനി ഇതൊന്ന് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ഫേംവെയർ. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നോക്കാം, കംപ്ലീറ്റ് ആവട്ടെ. ഓക്കെ, അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. ഇനി ഞാനിവിടെ ഗ്രീൻ ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ലെഫ്റ്റ് ആരോ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്, മൂവ് ചെയ്തു. ഇപ്പോൾ റൈറ്റ് ആരോ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ ലെഫ്റ്റ് ആരോ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. 180 ഇറങ്ങി എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലേക്ക് തിരിച്ചെത്തി, 0 എത്തി. ഇനി ഞാൻ വീണ്ടും ഇതൊന്ന് ഓഫ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് ഓൺ ആവുന്നത്. ഈ റെഡ് ബട്ടണാണ് ഇത് കമാൻഡ് സ്റ്റോപ്പ് ചെയ്യാനുള്ളത്, അത് സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്തു, 90 ഡിഗ്രി, ഇപ്പോൾ 90 ഡിഗ്രിക്ക് മൂവ്മെൻറ്റ് വന്നു. റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും 90 കൂടി തിരിഞ്ഞ് 180 ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ തിരിഞ്ഞ് 0 തിരിച്ചു വരണം. കണ്ടോ, കറക്റ്റ് 0 തിരിച്ചു വന്നു. ഇങ്ങനെയാണ് കോഡ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കമാൻഡ്സും കാര്യങ്ങളൊക്കെയാണ് എക്സാമിന് വരിക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സാമിന് കേസിൽ നിങ്ങൾ കൃത്യമായ കോഡ് എഴുതി അതുപോലെ തന്നെ സർക്യൂട്ട് ഡയഗ്രാം കൃത്യമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരാനുള്ള പ്രൊവിഷൻസ് ഇൻവിജിലേറ്റേഴ്സിനുണ്ട്. അവരത് തരുമെന്ന് പ്രതീക്ഷിക്കാം. കണക്ഷൻസ് ക്ലിയർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സർക്യൂട്ടിലെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ്ലി വർക്കാണ്.
പെർഫെക്റ്റ്ലി വർക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് വർക്ക് ചെയ്യണം. അത് സപ്പോസ് എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളല്ലേ, എന്തെങ്കിലും കാരണവശാൽ അത് കംപ്ലയിൻ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഇൻവിജിലേറ്റേഴ്സ് തന്നുള്ളൂ. നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഇൻവിജിലേറ്റേഴ്സിനെ വിളിച്ച് കാണിക്കുക, സാർ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അവരെ ഇൻസ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് ഇട്ടിരും. നിങ്ങൾ ഇങ്ങോട്ട് ഔട്ട്പുട്ട് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ ആവേണ്ട കേസൊന്നുമില്ല. പക്ഷേ എന്തായിരിക്കണം, നിങ്ങളെ കോഡ് ക്ലിയർ ആയിരിക്കണം, സർക്യൂട്ട് ബോർഡ് കണക്ഷൻസ് ക്ലിയർ ആയിരിക്കണം, അതിനകത്തൊന്നും തെറ്റുണ്ടാകാൻ പാടില്ല. കോഡും അതുപോലെ സർക്യൂട്ട് ബോർഡും കണക്ഷൻസ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ ഈ അധികം കംപ്ലയിൻറ്റ്സ് പറയാം, ഈ സെർവോ മോട്ടർ വർക്ക് ചെയ്തോളണമെന്നില്ല. കുട്ടികളെ ആരെങ്കിലും മുൻപുള്ള ആൾക്കാർ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇൻറ്റേർണൽ മെക്കാനിസം കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, പിന്നെ മെസ്സേജ് കൊടുത്താലും അത് സിഗ്നൽ തിരിയില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇൻവിജിലേറ്റേഴ്സിനോട് ആ വൈബ്രേഷൻ കാണിച്ചു കൊടുത്താൽ മതി. അങ്ങനെ കൈ പിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വൈബ്രേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ കാണിച്ചു കൊടുത്താലനുസരിച്ച് മാർക്ക് തന്നോളൂ. ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ബസറിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു LED ബൾബ് ഇത് പറഞ്ഞു. അതിനുശേഷം നമ്മളൊരു എന്ത് ചെയ്തു, ഒരു സെർവോ മോട്ടർ വർക്ക് ചെയ്യിപ്പിക്കണം കമാൻഡ് പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 സെക്കൻഡ് ഇടവേളയിൽ, അടുത്ത ക്വസ്റ്റ്യനാണ്, ഒരു ബസർ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. സ്ക്രീനിൽ നോക്കൂ, ക്വസ്റ്റ്യൻ വായിക്കും. 1 സെക്കൻഡ് ഇടവേളയിൽ ബസർ ബീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർണിംഗ് അലാറം നിർമ്മിക്കുന്നതിനായി തയ്യാറാക്കിയ സർക്യൂട്ട് ഡയഗ്രാം പിക്ടോ ബോക്സ് കോഡുമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ കോഡ് പ്രവർത്തിപ്പിക്കുമ്പോൾ ഓണാവുന്ന ബസർ ഓഫാകുന്നില്ല. കോഡ് ഓണാകുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഓഫാകുന്നില്ല. നമുക്ക് കമാൻഡിലേക്കൊന്ന് നോക്കാം. ഇവിടെ എന്ത് കണക്ഷൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ഇവിടെ സെറ്റാക്കി തന്നിട്ടുണ്ട്, കോഡ് തന്നിട്ടുണ്ട്. വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കഡ്, ഇന്ന് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോർവേഡ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്, കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കണം. എന്താണ്, സെറ്റ് ഡിജിറ്റൽ പിൻ 8 ഔട്ട്പുട്ട് ആസ് ഹൈ. ഔട്ട്പുട്ട് 8ാമത്തെ പിന്നിൽ നിന്ന് ഫുൾ ടൈം എന്ത് ചെയ്യണം, സിഗ്നൽ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കാരണം എന്താ, ഫുൾ ടൈം ഉദ്ദേശിച്ച് 4 hour കണ്ടീഷനകത്താണ്. അപ്പോൾ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് നമ്മൾ ഇവിടെ നോക്കൂ, ഇവിടെ സിഗ്നൽ ഇതിൻ്റെ ഔട്ട്പുട്ട് പിന്നെ കൊടുത്തിരിക്കുന്നത് കമാൻഡിൽ നോക്കിയൊക്കെ മനസ്സിലാവും. ഇതിൻ്റെ VCC കൊടുത്തിരിക്കുന്നത് 5 വോൾട്ടിലേക്കാണ്, ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ഗ്രൗണ്ട് തന്നെയാണ്. ഇനി ഇൻപുട്ട് സിഗ്നൽ എവിടെ നിന്നാണ് കൊടുത്തിരിക്കുന്നത്, IO പിന്നിൽ നിന്നാണ്. IO പിന്നിൽ നിന്ന് കൊണ്ടുപോയി എവിടെയാണ് കൊടുത്തിരുന്നത്, 8 എന്ന് പറയുന്ന ഡിജിറ്റൽ പിന്നിലേക്കാണ്. ഈ 8 എന്ന ഡിജിറ്റൽ പിന്നിൽ ഫുൾ ടൈം ഓണാക്കി കഴിഞ്ഞാൽ ബസർ അങ്ങനെ ഓണായിരിക്കൂലേ, ഓഫാക്കിയാലല്ലേ ഓഫാവുള്ളൂ. ഈ കോഡ് തന്നെ പ്രശ്നമുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തണം. നോക്കൂ, ഇവിടെ 1 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ഇവിടെ സെറ്റ് ഡിജിറ്റൽ പിൻ 7 ഔട്ട്പുട്ട് ആസ് ലോ എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ 1 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് 7ാമത്തെ പിന്നിനെ ലോ ആക്കാണ്. കാരണം 7ാമത്തെ പിന്നിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ 8ാമത്തെ പിന്ന് ഓണാക്കിയിട്ട് കാരണം 8ാമത്തെ പിന്നിൽ ഇങ്ങനെ വൈദ്യുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ബസർ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ബസർ ഒരിക്കലും ഓഫ് ആവില്ല. ബസർ ഓഫ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ഈ കോഡ് തന്നെ ചേഞ്ച് വരുത്തണം. കോഡിൽ ചേഞ്ച് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, സെറ്റ് ഡിജിറ്റൽ പിന്നെ 8 ഔട്ട്പുട്ട് ആസ് ഹൈ. 1 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇടയ്ക്ക് 1 സെക്കൻഡ് ഇടവേളയിലാണ് ബസർ എന്ത് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 1 സെക്കൻഡ് ഇടവേളയിൽ ബസർ വർക്ക് ചെയ്യണമെങ്കിൽ 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ സെറ്റ് ഡിജിറ്റൽ പിന്നെ 7 ഔട്ട്പുട്ട് ആസ് ലോ എന്നുള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ ചേഞ്ച് വരുത്തണം. എന്താണ് ചേഞ്ച് വരുത്തേണ്ടത്, ഈ 7 പകരം നമ്മളൊന്ന് 8 ആക്കണം. കാരണം 8ലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കണക്ഷൻ കൊടുക്കുന്നത്. എന്തിൻ്റെ, ബസറിൻ്റെ സിഗ്നൽ കൊടുക്കുന്ന 8ലേക്കാണ്. അപ്പോൾ 8 ഓണാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ബസർ ഓണാവും. ആ 8 തന്നെ എന്ത് ചെയ്യണം, ഓഫാക്കണം. എന്നാലേ 1 സെക്കൻഡ് നേരം നിശബ്ദത ഉണ്ടാവുള്ളൂ. അങ്ങനെ പ്രോഗ്രാം മാറ്റി ചെയ്തെങ്കിൽ മാത്രമേ കറക്റ്റ് ആവുള്ളൂ. ഇനി ക്വസ്റ്റ്യനിൽ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കൊന്ന് പോവാം. ഡയഗ്രത്തിൽ നൽകുന്ന ഘടകങ്ങൾ ഉപയോഗിച്ച് സർക്യൂട്ട് തയ്യാറാക്കി കോഡ് പ്രവർത്തിപ്പിക്കുക. ഉപകരണം കൃത്യമായി പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ മാറ്റം കോഡിൽ വരുത്തി പ്രവർത്തിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ സേവ് ചെയ്യണ സെക്ഷൻ പറയാൻ മറന്നുപോയി. ഒരു കാര്യം ചെയ്യാം, ഇത് ഈ സെക്ഷനിൽ കൃത്യമായിട്ട് പറയാം, ശ്രദ്ധിക്കാം കേട്ടോ. ഇവിടെ മാറ്റം വരുത്തിയ കോഡ് ഹോമിലെ എക്സാൻഡ് പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _beeps.sb3 എന്ന ഫയൽ നാമായി സേവ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, നമ്മളത് മുമ്പ് സേവ് ചെയ്യാൻ വിട്ടുപോയത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, സേവ് ചെയ്യും. വേണമെങ്കിൽ നമുക്ക് പോയി നോക്കാം പിക്ടോ ബോക്സിൽ. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത കോഡ് ഇവിടെ പിക്ടോയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് നേരത്തെ ക്വസ്റ്റ്യൻ തന്നെ സേവ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫയൽ സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യുക, പ്രൊജക്റ്റ് സേവ്ഡ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ആൾറെഡി ഒരു ഡിഫോൾട്ടായിട്ട് സേവ്ഡ് വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സേവ് ആകണമെന്നില്ല എന്നുണ്ടെങ്കിൽ, പക്ഷേ എന്ത് പ്രശ്നം എന്താ വെച്ചാൽ, അങ്ങനെ സേവ് ആയാൽ കറക്റ്റ് ഫയൽ നെയിം കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഫയലിൽ സേവ് ആസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. സപ്പോസ് നിങ്ങൾ ഫയലിൽ സേവാസോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ സേവ് ചെയ്യണ വിൻഡോ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ പിക്ചർ ബോക്സ് എന്ന് എഴുതിയ ടൈറ്റിലല്ലേ, ആ ടൈറ്റിൽ മൗസ് ഒന്ന് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്കൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പിറകിൽ ഒന്ന് കിടപ്പുണ്ടാവും എന്ത്, ഈ സേവ് ചെയ്യാനുള്ള ആ ഒരു ബോക്സ്. ഞാനതൊന്നുകൂടെ വലുതാക്കുകയാണ്. ദെൻ ഫയലിൽ പോയിട്ട് സേവ് ആസ് ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ ആൾറെഡി സേവ് ചെയ്തുകൊണ്ടാണ് വീണ്ടും സേവ് വന്നത്. ഒരു പ്രാവശ്യം ഞാൻ ആദ്യം സേവ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സേവ് ചെയ്തപ്പോൾ ജസ്റ്റ് ഡയറക്റ്റായിട്ട് ആ സേവ് ആയിപ്പോയത്, നെയിമൊന്നും ചോദിക്കാതെ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നോർമലി ഫയൽ സേവ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഹോമിനകത്തുനിന്ന് exam 10 products എന്ന ഫോൾഡർ തുറക്കുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പേരെന്തായിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്, ക്വസ്റ്റ്യനിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, ലെഫ്റ്റ് ആരോ എന്നാണ്, രജിസ്റ്റർ നമ്പർ _ ലെഫ്റ്റ് ആരോ എന്നാണ് കൊടുക്കാൻ പറഞ്ഞത്. നമുക്ക് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യുക, രജിസ്റ്റർ നമ്പർ കൊടുക്കണം അല്ലേ. SSLCൻ്റെ രജിസ്റ്റർ നമ്പർ ഒരു 6 അക്ക രജിസ്റ്റർ നമ്പർ ആയിരിക്കും. അപ്പോൾ 6 അക്ക രജിസ്റ്റർ നമ്പർ കൊടുത്തു. _ ലെഫ്റ്റ് ആരോ എന്നാണ് പറഞ്ഞത്. ലെഫ്റ്റ് ആരോ .sb3 അവിടെ തന്നെ ഉണ്ട്. നിങ്ങളൊന്നും ചേഞ്ച് ചെയ്യേണ്ടതില്ല. എന്നിട്ട് കറക്റ്റായിട്ട് സേവ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യുക, ഫയൽ പോയിട്ട് ഹോമിൽ പോയി നിങ്ങൾ exam 10 products തുറന്ന് നോക്കുക. അവിടെ ഈ പറയുന്ന ഫയൽ ഉണ്ടോ എന്ന് നോക്കി നമ്മൾ ചെയ്ത ഫയൽ ഇവിടെ കിടപ്പുണ്ട്. 23 46 45 67 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നമ്പർ റാൻഡംലി കൊടുത്ത നമ്പറാണ്. ആ ഓർഡറിൽ നമ്പർ വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അഥവാ എന്തെങ്കിലും കാരണവശാൽ പരീക്ഷയ്ക്കെങ്ങാനും ഒരു ഫയൽ തന്നിട്ടുണ്ട്, നിങ്ങളാ ഫയൽ തുറന്ന് നോക്കൂ എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കണ്ട് ഫയൽ തുറക്കാൻ പാടില്ല. ശ്രദ്ധിക്കുക, ഒരിക്കലും ഡബിൾ ക്ലിക്ക് ചെയ്ത് കണ്ട് ഫയൽ തുറക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഫയൽ ഓപ്പണായി വരില്ല. അതിന് ചെയ്യേണ്ട കാര്യം, ഞാൻ പിക്ടോ ഒന്ന് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യട്ടെ, എന്നാലേ ആ ഫയൽ തുറന്ന് കാണിക്കാം. ഓക്കെ, പിക്ടോ ക്ലോസ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ ഫയൽ എക്സാം ഡോക്യുമെൻറ്റ്സിനകത്ത് ഇന്നൊരു ഫോൾഡറിനകത്ത് ഇന്നൊരു ഫയലുണ്ട്. നിങ്ങൾ ആ ഫയൽ തുറന്ന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ഇന്ന ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് സപ്പോസ് ക്വസ്റ്റ്യൻ എങ്ങാനും ചോദിക്കുമെന്നല്ല പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരിക്കലും ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കാൻ നിൽക്കരുത്. നേരിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിക്ചർ ബോക്സ് തുറക്കുക. നേരിട്ട് പിക്ചർ ബോക്സ് തുറന്നിട്ട് ഫയലിൽ പോവുക. അവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഓപ്പൺ എന്ന ഓപ്ഷനകത്തുനിന്ന് ഓപ്പൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വരിക. ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾ ഇവിടെ ഓപ്പൺ ഫ്രം എന്ന് കണ്ടില്ലേ, ഈ ഓപ്പൺ ഫ്രം ലിങ്ക് ഒരു QR ഉണ്ട്. അങ്ങനെ അവിടെ എന്ത് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ സിമ്പിളുണ്ട്, ഒരു മോണിറ്ററിൻ്റെ സിമ്പിൾ, ആദ്യമേ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു മെസ്സേജും തുറന്നു വരും. അവിടെ നിന്ന് ഹോം തുറന്നിട്ട് എക്സാമിൻ്റെ സമയത്ത് എക്സാം ഡോക്യുമെൻറ്റ്സിനകത്താണ് ഉണ്ടാവുക. ഞാനിവിടെ ജസ്റ്റ് exam 10 productsലാണ് സേവ് ചെയ്തത്. അപ്പോൾ ആ ഫയൽ തുറന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്താൽ നിങ്ങൾ സേവ് ചെയ്ത ഫയൽ അവിടെ തുറന്നു വരും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അല്ലാതെ എന്ത് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഈ ഫയൽ ഓപ്പൺ ആവില്ല. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, മറ്റേ ഫയലിലേക്ക് പോവുകയാണ്, മറ്റേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. പിക്ചർ ബോക്സ് വർക്കാണ്. ഓക്കെ, ബ്ലോക്ക് കോഡിംഗ് എന്നുള്ളത് കമാൻഡ് തുറന്നു. ഇനി എന്ത് ചെയ്യണം, ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മുടെ ബോർഡ് കണക്ട് ചെയ്തിട്ട് ബോർഡിനൊന്ന് സെറ്റാക്കണം. ബോർഡ് സെറ്റാക്കിയിട്ടുണ്ട്, കണക്റ്റായി. ഇനി നമുക്ക് കോഡ് തയ്യാറാക്കാം. അതിന് ശേഷം എന്ത് ചെയ്യാം, കണക്ഷൻ കൊടുക്കാം. ദെൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് എന്നുള്ളതാണ് മെസ്സേജ്. അപ്പോൾ എന്ത് ചെയ്യണം, കൺട്രോൾ കീ പ്രസ് ചെയ്യണം, ഇവൻറ്റ് ക്ലിക്ക് ചെയ്യണം. ഇവൻറ്റിനകത്ത് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് സ്ക്രീനിലേക്ക് പ്ലേസ് ചെയ്യാം. അതിന് ശേഷമുള്ള കമാൻഡ് നോക്കാം, ക്വസ്റ്റ്യനിൽ നോക്കാം. ഫോർ അവർ കണ്ടീഷനകത്ത് സെറ്റ് ഡിജിറ്റൽ പിൻ 8 ഔട്ട്പുട്ട് ആസ് ഹൈ എന്നുള്ളതാണ്. പിന്നെ 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, 2 തവണ 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നോക്കാൻ ചെയ്യാം. അടുത്തായിട്ട് 4 hour ആണ്. 4 hour എന്നുള്ളതാണ് കൺട്രോളിനകത്താണ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനകത്ത് 4 hour കൊടുന്ന് പ്ലേസ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം, ആർഡിനോ ബോർഡിനകത്ത് വന്നു കഴിഞ്ഞാൽ സെറ്റ് ഡിജിറ്റൽ പിൻ ഔട്ട്പുട്ട് 13 ആസ് ഹൈ എന്ന് പറയുന്നുണ്ട്. ഇതെന്താ 2 തവണ വേണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പുറത്തേക്ക് തന്നെ കോപ്പി ചെയ്ത് വെക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എടുക്കാം കേട്ടോ. ഇനി കൺട്രോളിലേക്ക് തന്നെ പോയിട്ട്
വെയിറ്റ് ഒരു സെക്കൻഡ് കൊടുക്കുക, ഇവിടെ താഴെ പ്ലേസ് ചെയ്തു. ദെൻ ഇത് അതിൻ്റെ താഴെ കൊണ്ട് പ്ലേസ് ചെയ്തു, വീണ്ടും ഒരു സെക്കൻഡ് ഇവിടെ താഴേക്ക് പ്ലേസ് ചെയ്തു. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ് ഔട്ട്പുട്ട് 8 ആയിരുന്നു അല്ലേ, 8 ഔട്ട്പുട്ട് 8 സെറ്റ് ഡിജിറ്റൽ പിൻ 8 ഔട്ട്പുട്ട് ആസ് ഹൈ എന്നാണ് കൊടുക്കാൻ പറഞ്ഞത്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ ഇവിടെ ഉണ്ടായിരുന്നു 7 ആയിരുന്നു. 7 കൊടുത്തെന്താ സംഭവിക്കുക, അവിടെ തന്നെ പറയുന്നുണ്ട് നിർത്താതെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത്, അത് ചെയ്യുന്നില്ല, പകരം നേരിട്ട് തന്നെ എന്ത് ചെയ്യുക, കറക്ഷൻസാണ് ചെയ്തിട്ട് പോവാം. ഇവിടെയും എന്ത് ചെയ്യുക, ഓണാക്കിയ സ്വിച്ച് ഓഫ് ആക്കിയാലല്ലേ സിസ്റ്റം ഓഫ് ആവുള്ളൂ. വേറൊരു സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഓണായ സിസ്റ്റം ഓഫ് ആവുമോ? ഇല്ല. അപ്പോൾ ഒരു ബൾബ് ഓണാക്കി കഴിഞ്ഞാൽ ഏത് സ്വിച്ചിലാണോ ഓണാക്കിയത്, വേറെ കണക്ഷൻസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അതേ സ്വിച്ച് തന്നെ ഓഫ് ആക്കിയാലേ എന്ത് ചെയ്യുള്ളൂ, ഓഫ് ആവുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ബസറിന് ആകെ ഒരു ഒറ്റ കമാൻഡ് സിഗ്നൽ വയറാണ് കൊടുക്കുന്നത്, അത് 8ാമത്തെ പിന്നിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ 8ാമത്തെ പിന്നിൽ ഓണാക്കി കഴിഞ്ഞാൽ 8ാമത്തെ പിന്ന് ഓഫ് ആക്കിയാലേ എന്ത് ചെയ്യുള്ളൂ, ബസർ ഓഫ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സെറ്റ് ഡിജിറ്റൽ പിൻ ഔട്ട്പുട്ട് ആസ് എന്ത് ചെയ്യണം, ഇതെന്ത് ചെയ്യണം, ലോ ആക്കണം, എന്നാലും എന്ത് ചെയ്തു ഓഫ് ആവുള്ളൂ, ഒരു സെക്കൻഡ് നേരത്തേക്ക് ഇത് ഓഫ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ കമാൻഡ് ഏരിയ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. നമുക്ക് കണക്ഷൻസിലേക്ക് പോകാം. കണക്ഷൻ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ കണക്ഷൻസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. നോക്കൂ, ഇതാണ് നമ്മുടെ ബസർ എന്ന് പറഞ്ഞ സംഭവം. ഇതിനകത്ത് എന്തുണ്ട്, 3 പിന്നുകളുണ്ട്. ഒന്നാമത് VCC, രണ്ടാമത് IO അതോ സിഗ്നൽ പിന്നിന്, മൂന്നാമത് ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ VCCയിലേക്ക് 5 വോൾട്ടിൻ്റെ കണക്ഷനാണ്. അതിൽ നമ്മൾ റെഡ് വയറൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കുറച്ച് ലൂസ് ഉണ്ടെങ്കിൽ വയറൊന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, ഒരു സെക്കൻഡ് വയറൊന്ന് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, റെഡ് VCCയിലേക്ക് 5 റെഡ് വയർ കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രൗണ്ടിന് മുമ്പായിട്ട് ഒരു സെൻറ്ററിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് സിഗ്നലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനത് ഒരു മിനിറ്റ്, സെൻറ്ററിലാണ് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് സിഗ്നൽ. അത് ഞാനൊരു ഒരു ഓറഞ്ച് കളറിലൊരു പിന്ന് വയർ കണക്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമതായി വരുന്ന നമ്മൾ ഗ്രൗണ്ടിൻ്റെ പിന്നാണ്. ഗ്രൗണ്ടിൻ്റെ പിന്ന് കറക്റ്റായിട്ട് ഇവിടെ പ്രസ് ചെയ്ത് കയറ്റി കൊടുക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ ഇവിടെ പിന്ന് കാണുമ്പോൾ എന്ത് ചെയ്യണം, അവിടേക്ക് ഹോളുള്ള ഒരു വയർ എടുക്കണം. മറ്റേ എൻ്റെ എന്ത് ചെയ്യണം, ഒരു പിന്നുള്ള ഇവിടെ ഹോളിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ മറ്റേ എൻഡിൽ എന്ത് ചെയ്യണം, പിന്നുള്ള വയർ വേണം എടുക്കാൻ. നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ബ്രെഡ് ബോർഡ് നമുക്ക് ഈ ഒരു സെറ്റിൽ ആവശ്യമില്ല. ഇനി എന്ത് ചെയ്യുക, കണക്ഷനിലേക്ക് പോകാം. കണക്ഷനിലേക്ക് എന്ത് ചെയ്യണം, സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് 8ാമത്തെ പിന്നിലേക്ക് എന്ത് ചെയ്യണം, നമ്മളെ സിഗ്നൽ സെറ്റ് ചെയ്യണം എന്നാണ്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ. ഡിജിറ്റൽ പിൻ സെക്ഷനിലെ 8ാമത്തെ പിന്ന് കണ്ടോ, 8ാമത്തെ പിന്ന് ഇവിടെയാണ് വരുന്നത്, 7 അപ്പോൾ ഇതാണ് 8ലേക്ക് നമ്മൾ എന്ത് ചെയ്ത് സെറ്റ് ചെയ്യുക. 8ലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ബ്ലാക്ക് വയർ എന്താണ്, ഗ്രൗണ്ടാണ്. ബ്ലാക്ക് വയർ ഗ്രൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ഗ്രൗണ്ടിൽ കുത്തുന്നു, ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യുക. റെഡ് വയർ എന്താണ്, 5 വോൾട്ടാണ്. 5 വോൾട്ട് 2 ഏതെങ്കിലും ഒരു പിന്നിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മളെ സർക്യൂട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. പ്രോഗ്രാം റെഡിയായി, കണക്ഷൻസ് സെറ്റായി. എന്ത് ചെയ്യണം, ഇത് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ഫേംവെയർ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അപ്ലോഡിങ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കണം, എങ്കിൽ കറക്റ്റ് ആവുള്ളൂ. നോക്കൂ, സ്ക്രീനിൽ നോക്കൂ. നിങ്ങളെന്ത് ചെയ്യണം, ഇങ്ങനെ അപ്ലോഡിങ് സമയത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ്, ഇപ്പോൾ മെസ്സേജ് വന്നു അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കണ്ടല്ലോ. ഇനി എന്ത് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ഗ്രീൻ ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മുതൽ ഒരു മിനിറ്റ് ഉണ്ടോ, കേൾക്കുന്നുണ്ടല്ലോ, സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഒരു സെക്കൻഡ് സൗണ്ട് ബസർ അടിക്കുന്നു, നിൽക്കുന്നു. ഒരു സെക്കൻഡ് സ്റ്റോപ്പ് ആവുന്നു, ഒരു സെക്കൻഡ് സൗണ്ട് കേൾക്കുന്നു, ഒരു സെക്കൻഡ് നിൽക്കുന്നു. ഇതാണ് കോഡ് പറഞ്ഞത്. സിമ്പിളായിട്ടുള്ള കോഡായിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ, ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഗ്രീൻ ഫ്ലാഗിൻ്റെ അടുത്തുള്ള ഈ ഒരു റെഡ് കമാൻഡ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, വയറൊന്ന് ഊരിട്ടിടുന്നുണ്ട്. ഓക്കെ, എത്രയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങളാണ് അവർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരിക. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പിന്നുകൾ മാറ്റി കൊടുത്തതോ, പിന്നിൻ്റെ എണ്ണം മാറ്റിയതോ, ലോ ഉള്ളത് ഹൈ ആക്കിയതോ, അല്ലെങ്കിൽ രണ്ടും ലോ ആക്കിയതോ, ലോ എന്ന് പറഞ്ഞാൽ ഓഫ്, ഹൈ എന്ന് പറഞ്ഞാൽ ഓണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ നിസ്സാരമായ എന്തെങ്കിലും കാരണങ്ങളാണ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക. അപ്പോൾ സിമ്പിളായിട്ട് ആ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ആ ഓണാക്കിയത് ഓഫാക്കുക, ഓഫായത് ഓണാക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുണ്ടാവുള്ളൂ. കാര്യങ്ങൾ കോഡ് കറക്റ്റായിട്ട് നോക്കി ചെയ്യുക. അതുപോലെ തന്നെ കണക്ഷൻസ് കൊടുക്കുക. പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഔട്ട്പുട്ട് കിട്ടും. നോർമലി നമ്മുടെ
കിറ്റുകളൊന്നും പ്രശ്നം ഉണ്ടാവാറില്ല. ഇനി സപ്പോസ് അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ കണക്ഷൻസും അതിലെ പ്രോഗ്രാമും ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. ഇത് ഫയലൊന്ന് സേവ് ചെയ്യാൻ പോവാം. ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ സേവ് ആസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ വിൻഡോ തുറന്നു വരും. സപ്പോസ് വിൻഡോ തുറന്നു വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, പിക്ചർ ബോക്സിൻ്റെ ഈ ഒരു നമ്മുടെ മെയിൻ വിൻഡോ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴേക്ക് താത്തി കൊടുത്താൽ അതിൻ്റെ പുറകിലുണ്ടാവും. ഇനി നമ്മുടെ എക്സാം 10 പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ഫോൾഡർ തുറന്നിട്ട് ഇവിടെ എന്താണ് പറഞ്ഞത് നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് നോക്കാം. അതിന് രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യാം. അണ്ടർസ്കോർ ഒരു മിനിറ്റ്. ക്വസ്റ്റ്യന് പറയുന്നത് ബീപ്സ് എന്നാണ്. ബീപ്സ് എന്നാണ് പേരെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ബീപ്സ് കൊടുക്കാം. അണ്ടർസ്കോർ ബീപ്സ്, രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ബീപ്സ് എന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മളെന്ത് ചെയ്യുന്നു, അത് സേവ് ചെയ്യുന്നു. .sb3 അവിടെ തന്നെ ഉണ്ട്. ഫയൽ സേവ് ക്ലിക്ക് ചെയ്തതോടുകൂടി ഫയൽ സേവ് ആയി. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ കൂടി ഒരു 1-2 ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഈ ഒരു റോബോട്ടിക്സിൻ്റെ സെക്ഷനിൽ നിന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു LED 1 സെക്കൻഡ് സമയം പ്രകാശിക്കുന്നതിനായി തയ്യാറാക്കിയ സർക്യൂട്ട് ഡയഗ്രാം പിക്ചർ ബോക്സ് കോഡുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഡയഗ്രത്തിലെ ഘടകങ്ങൾ ഉപയോഗിച്ച് സർക്യൂട്ട് നിർമ്മിച്ച് പിക്ചർ ബോക്സിൽ കോഡ് തയ്യാറാക്കി പ്രവർത്തിപ്പിക്കുക. LED 5 സെക്കൻഡ് സമയം പ്രകാശിക്കുന്ന രീതിയിൽ കോഡിൽ മാറ്റം വരുത്തി പ്രവർത്തിപ്പിക്കുക. മാറ്റം വരുത്തിയ പ്രോഗ്രാം എക്സാം 10 പ്രൊഡക്ട്സ് ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ LED5.sb3 എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനകത്ത് വേണ്ടിയിട്ടുള്ള കണക്ഷൻ സെറ്റാക്കാം. കണക്ഷൻ സെറ്റാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ട എന്താണ്, LED ബൾബ് വേണം, റെസിസ്റ്റർ വേണം. അപ്പോൾ LED ബൾബ് എടുത്തിട്ടുണ്ട്. LED ബൾബ് റെഡിയാണ്. ദെൻ റെസിസ്റ്റർ എടുക്കണം. റെസിസ്റ്റർ എടുക്കുന്നുണ്ട്. റെസിസ്റ്ററിൻ്റെ കവറിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു റെസിസ്റ്റർ എടുത്തു. 2 വയറുകൾ വേണം. ഒരു റെഡ് വയർ, ഒരു ബ്ലാക്ക് വയർ. അങ്ങനെ കളർ ഏത് കളറായാലും കുഴപ്പമില്ല. കളർ വയേഴ്സ് എടുത്ത് വെക്കാം. ഓക്കെ, 2 വയറുകൾ എടുത്തിട്ടുണ്ട്. ഇനി കണക്ഷൻസ് കൊടുക്കാം. കണക്ഷൻ കൊടുക്കാൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. LED ബൾബിൻ്റെ കണക്ഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിനകത്തുള്ള പോലെ തന്നെ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടേതായ രീതിയിൽ അങ്ങനെയും ചെയ്യാം. ഇവിടെ ചിത്രത്തിലുള്ള പോലെ തന്നെ ഞാൻ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. കണക്ഷൻ കൊടുത്ത് LED റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ നീളമുള്ള ലീഡ് ഈ റെസിസ്റ്റർ വരുന്ന കണക്ഷനിൽ കണക്ട് ചെയ്യുന്നു. ദെൻ മറ്റേ ലീഡ് കുറച്ച് അപ്പുറത്തുള്ളൊരു പോയിൻറ്റിൽ കണക്ട് ചെയ്യുന്നു. കണ്ടല്ലോ, റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്ററിൻ്റെ എൻഡ് വരുന്ന ഏരിയയിൽ LED ബൾബിൻ്റെ നീളമുള്ള ലീഡ് കണക്ട് ചെയ്തു. നീളം കുറഞ്ഞ ലീഡ് മറ്റൊരു ഹോളിൽ കണക്ട് ചെയ്തു. ഈ നീളം കുറഞ്ഞ ഹോളിൽ കണക്ട് ചെയ്ത ഭാഗത്തിലെ ഒരു പിന്നിൽ ആ സീരീസിലുള്ള ആ ഒരു ലൈനിനകത്തുള്ള ഒരു പിന്നിനകത്ത് നമ്മൾ ബ്ലാക്ക് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, LED ബൾബിൻ്റെ നീളം കുറഞ്ഞ ലീഡ് വരുന്നത്. ഇനി ഇവിടെ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പിന്നിൻ്റെ റെസിസ്റ്ററിൻ്റെ മുൻവശത്തായിട്ടുള്ള ഇതിനകത്തുള്ള സീരീസിലുള്ള പിന്നിൽ ഒരു റെഡ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവ എന്ത് ചെയ്യണം, ഈ റെഡ് വയർ നമ്മൾ ഡിജിറ്റൽ പിന്ന് 7 കണക്ട് ചെയ്യണം. ബ്ലാക്ക് പിന്ന് ഇവിടെ വെച്ച് കണക്ട് ചെയ്യണം. നമ്മുടെ ഗ്രൗണ്ടിലും കണക്ട് ചെയ്യണം. ഓക്കെ, നോക്കാം. ഗ്രൗണ്ടിൽ എടുക്കുന്നു. ഗ്രൗണ്ടിനകത്ത് കണക്ട് ചെയ്യുന്നു. GND കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതെടുത്തിട്ട് നമ്മുടെ ഡിജിറ്റൽ പിന്ന് 7 എന്ന് പറയുന്ന പിന്നിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പ്രോഗ്രാം തയ്യാറാക്കാം. പ്രോഗ്രാം തയ്യാറാക്കാനായി നമ്മൾ പിക്ചർ ബോക്സ് തുറക്കുകയാണ്. ആൾറെഡി തുറന്നു വെച്ച പിക്ചർ ബോക്സ് ഇവിടെ ഉണ്ട്. എങ്കിലും പിക്ചർ ബോക്സ് തുറക്കാൻ വേണ്ടി ഷോ ഓൾ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് പിക്ചർ ബോക്സ് ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. കോഡ് തുറന്നു. പിക്ചർ ബോക്സ് സെറ്റ് ചെയ്തു. അതിനുശേഷം ആദ്യം എന്ത് ചെയ്യണം, ബോർഡ് കണക്ട് ചെയ്യണം. ബോർഡ് ക്ലിക്ക് ചെയ്തു.
ബോർഡ് ഞാൻ ആൾറെഡി USB കേബിൾ പോയി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർഡിനോ ബോർഡ് സെലക്ട് ചെയ്തു. ഇവിടെ കണക്റ്റ് എന്നുള്ള മെസ്സേജ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബോർഡ് കണക്റ്റായി. ഇനി നമുക്ക് കോഡിലേക്ക് നോക്കാം. കോഡിൽ പറയുന്നത് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കഡ്. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിജിറ്റൽ പിന്ന് 7 എന്ത് ചെയ്യണം, ഹൈ ആക്കണം. 1 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ഡിജിറ്റൽ പിന്ന് 7 ലോ ആക്കണം. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അത് എന്ത് ചെയ്യണം, 1 സെക്കൻഡാണ് ഇപ്പോൾ നമ്മുടെ വർക്ക് ചെയ്യുന്നത്. അതെന്ത് ചെയ്യണം, 1 സെക്കൻഡ് ഓണായി നിൽക്കും, 1 സെക്കൻഡ് ഓഫാകും, വീണ്ടും 1 സെക്കൻഡ് ഓണാകും. ആ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് 1 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഇത് 4 hour കൊടുത്തിട്ടില്ല. ജസ്റ്റ് 5 സെക്കൻഡ് സമയം പ്രകാശിക്കുന്ന രീതിയിൽ മാത്രമാണ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഈ ഒരു പ്രോഗ്രാമും ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് 5 സെക്കൻഡ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, പിക്ചർ ബോക്സിലേക്ക് തിരിച്ചു പോയി ഇവൻറ്റ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് എന്ന് കൊടുത്തു. ദെൻ ആർഡിനോയുടെ സെക്ഷനിൽ പോയിട്ട് സെറ്റ് ഡിജിറ്റൽ പിൻ 13 ആസ് ഹൈ എന്നുള്ളത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. ഇതിനകത്ത് 13 മാറ്റിയിട്ട് എന്ത് ചെയ്യുക, 7 ആക്കി കൊടുത്തു. ഔട്ട്പുട്ട് ആസ് ഹൈ എന്ന് കൊടുത്തു. ഇനി ഇവൻറ്റ്സിനകത്ത് കൺട്രോളിനകത്ത് വെയിറ്റ് എന്നുള്ള കമാൻഡ് ഉണ്ട്. അതെന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുക. വീണ്ടും ഈ മുകളിലുള്ള കമാൻഡിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ കോപ്പി എടുക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിന് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ എന്ത് ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ് വന്നു. കണ്ടോ, ആ സെറ്റ് ഡ്യൂപ്ലിക്കേറ്റ് വന്നു. നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റും. ഇനി ഇവിടെ ഈ ഹൈ കൊടുത്ത് എന്ത് ചെയ്യാൻ, ലോ ആക്കിയാൽ മതി. ചിലപ്പോൾ സെയിം കോഡ് നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ തവണയും ഇവിടെ ഇടത് വശത്ത് പോയി ഇങ്ങനെ സെർച്ച് ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് വലിച്ചു വെച്ചിട്ട് താഴേക്ക് ഇങ്ങനെ വലിച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ എന്ത് ചെയ്യും, അവിടെ സെറ്റ് ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ കയ്യിൽ വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, പണി എളുപ്പമാക്കാം. ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് എന്ത് ചെയ്യാം, ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. പക്ഷേ പ്ലേ ചെയ്യുന്ന മുൻപ് എന്ത് ചെയ്യണം, നമ്മളത് അപ്ലോഡ് ചെയ്യണം. കോഡൊന്ന് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ഫേംവെയർ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ഇനീഷ്യലി ഗ്രീൻ ഫ്ലാഗ് ഉള്ളത് കൊണ്ട് തന്നെ എന്തിലായിരിക്കണം, ഇത് സ്റ്റേജ് കമാൻഡ് തന്നെ, സ്റ്റേജ് മോഡ് തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ ആൾറെഡി പറഞ്ഞിരുന്നു, ഇവിടെ മുകളിൽ ഫസ്റ്റ് കമാൻഡ് യെല്ലോ കളറിൽ എന്തെങ്കിലും കമാൻഡോടെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്റ്റേജിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി എന്ത് ചെയ്യുക, ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ പറയും ഇങ്ങനെയാണ് എന്നുള്ളത്, സ്റ്റേജിലാണ് ചെയ്യേണ്ടതെന്ന് പറയും. ചിലപ്പോൾ അങ്ങനെ പറയില്ല. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് കണ്ടാൽ ഉറപ്പിച്ചോ അത് സ്റ്റേജിലാണ്. അല്ലെങ്കിൽ വെൻ സ്പേസ് ബാർ ക്ലിക്ക് അങ്ങനെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റേജിലാണ് ഉണ്ടാവുക. അപ്ലോഡ് മോഡിലാവില്ല, സ്റ്റേജ് മോഡിലാണ്. ഇനീഷ്യലി തുറന്ന് വരുമ്പോൾ സ്റ്റേജ് മോഡ് തന്നെ ഉണ്ടാവുക. ഓക്കെ, ഇത് ഞാൻ അപ്ലോഡ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞു. അപ്ലോഡ് ഫേംവെയർ എന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്ലോഡ് ഫേംവെയർ ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ആ കമാൻഡ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കഴിയട്ടെ. ഓക്കെ, അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്ന് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റിസൾട്ട് നോക്കൂ. റിസൾട്ട് 1 സെക്കൻഡ് വർക്ക് ചെയ്തു, ഓഫായി. വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, 1 സെക്കൻഡ് കത്തി, 1 സെക്കൻഡ് വെയിറ്റ് ചെയ്തു, ഓഫായി. ഇങ്ങനെയാണ് കോഡിൽ തന്നിട്ടുള്ളത്. കാണുന്നുണ്ടല്ലോ. ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ LED ഒന്ന് കത്തി, 1 സെക്കൻഡ് കത്തി, 1 സെക്കൻഡ് ഓഫായി. അങ്ങനെയാണ് വരുന്നത്. ഈ കോഡിൽ ചേഞ്ച് വരുത്തി 5 സെക്കൻഡ് നേരം കത്തുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. ക്വസ്റ്റ്യനിലേക്കൊന്ന് പോവാം. LED സമയം 5 സെക്കൻഡ് സമയം പ്രകാശിക്കുകയാണ്. ഇപ്പോൾ 1 സെക്കൻഡ് കത്തി നിൽക്കുന്നു, ഓഫാകുന്നു. 1 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ഓഫാകുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ 5 സെക്കൻഡ് സമയം കത്തി നിൽക്കുന്ന രീതിയിലാക്കണം. അത് ഇവിടെ വരിക. പക്ഷേ ഈ കോഡ് നമുക്ക് താഴെയുള്ളൊരു 1 സെക്കൻഡ് നമുക്ക് ആവശ്യമില്ല, നമ്മൾ റിമൂവ് ചെയ്യാണ്. ദെൻ ഇവിടെ 5 സെക്കൻഡ് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈ 1 എന്നുള്ളത് എന്ത് ചെയ്താൽ മതി, 5 എന്നാക്കി കൊടുത്താൽ മതി. 1 എന്നുള്ളത് 5 എന്നാക്കി കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 സെക്കൻഡ് സമയം കത്തി നിൽക്കും. റൺ ചെയ്താൽ 5 സെക്കൻഡ് നേരം ഓണായി നിൽക്കും. LED ബൾബ് കത്തും. സക്സസ്ഫുള്ളി അപ്ലോഡായി. ഞാൻ ഗ്രീൻ ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നോക്കൂ, ഇത് 5 സെക്കൻഡ് നേരം കത്തി നിൽക്കുന്നുണ്ട്. ഓണായാണ് നിൽക്കുന്നത്. 5 സെക്കൻഡ് ആയി ഓഫായി. ഞാൻ വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുകയാണ്. വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ സ്ക്രീനിൽ LED കത്തി 5 സെക്കൻഡ് സമയം കത്തി നിൽക്കും. 5 സെക്കൻഡ് കഴിഞ്ഞാൽ ഓഫാവും.
ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാത്ത കാരണം എന്താ വെച്ചാൽ നമ്മൾ 4 hour കമാൻഡ് ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് 5 സെക്കൻഡ് സമയം LED ഓൺ ആവുന്നു, ദെൻ ഓഫ് ആവുന്നു എന്നുള്ള രീതിയിലുള്ള കമാൻഡാണ് ഉള്ളത്. ഈ പ്രോഗ്രാം സേവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഫയലിൽ പോകുന്നു, സേവ് ആസ് ക്ലിക്ക് ചെയ്യുന്നു, ദെൻ തുറന്നു വരുന്ന വിൻഡോയിൽ Exam 10 പ്രൊഡക്ട്സിലേക്ക് എന്ത് ചെയ്യുക, രജിസ്റ്റർ നമ്പർ _LED5 എന്ന് കൊടുക്കാനാണ് പറഞ്ഞത്. _LED5 സേവ് ചെയ്തു. ഓക്കെ, സിമ്പിളായ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കൂ, അഡിനോ സെർവോ മോട്ടർ എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു PC കൺട്രോൾഡ് ഡോറിൻ്റെ സർക്യൂട്ട് ഡയഗ്രവും പിക്ടോ ബോക്സും കോഡുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഡയഗ്രത്തിലെ ഘടകങ്ങൾ ഉപയോഗിച്ച് സർക്യൂട്ട് നിർമ്മിച്ച് പിക്ടോ ബോക്സിൽ കോഡ് തയ്യാറാക്കി ഉപകരണം പ്രവർത്തിപ്പിക്കാം. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണ്, സെർവോ മോട്ടറാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത LED ബൾബായിരുന്നു. ഇനി ചെയ്യാൻ പോകുന്നത് പിക്ടോ ബോക്സും അതുപോലെ തന്നെ പിക്ടോ ബോക്സിൽ കമാൻഡ് എഴുതിയിട്ട് നമ്മുടെ സെർവോ മോട്ടർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പ്രോഗ്രാം ചെയ്യേണ്ടത്. ഘടകങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, പിക്ടോ ഇത് കണക്ട് ചെയ്യുക. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കീബോർഡിൽ D എന്ന കീ അമർത്തിയാൽ ഡോർ 30 ഡിഗ്രി തുറക്കുകയും C എന്ന കീ അമർത്തിയാൽ ഡോർ അടയുകയും ചെയ്യും. D അമർത്തി വാതിൽ തുറക്കുമ്പോൾ ഡോർ മുഴുവനായും 150 തുറക്കുന്ന വിധത്തിൽ കോഡിൽ മാറ്റം വരുത്തി ഉപകരണം പ്രവർത്തിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കോഡ് നോക്കാം. ഇവിടെ പറയുന്നത് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കഡ് സെറ്റ് സെർവോ 3 to 0 ആംഗിൾ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 ആംഗിൾ സെറ്റ് ചെയ്യണം. വെൻ C ക്ലിക്കഡ് സെർവോ മോട്ടർ 3 to 0 ആംഗിൾ. വെൻ D is ക്ലിക്കഡ് സെറ്റ് സെർവോ 3 to 30 ആംഗിൾ. ഇവിടെ D എന്ന കമാൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഡോർ 30 ഡിഗ്രി തുറക്കുന്നത്. C എന്ന് അമർത്തിയാൽ ഡോർ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. D അമർത്തി വാതിൽ തുറക്കുമ്പോൾ ഡോർ മുഴുവനായും തുറക്കണം. എന്ന് വെച്ചാൽ ഡോർ D എന്ന് അമർത്തുമ്പോൾ എന്ത് ചെയ്യണം, 30 മാറ്റിയിട്ട് എന്ത് ചെയ്യണം, 150 ആക്കി കൊടുത്താൽ എന്ത് ചെയ്യും, അത് മുഴുവനായിട്ട് തുറന്ന രീതിയിലാണ് വരിക. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട, ആദ്യം ഈ ഒരു കമാൻഡ് റൺ ചെയ്യിപ്പിക്കുക. അതിനുശേഷം ഇവിടെ 30 എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, 150 എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ കണക്ഷനാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. കണക്ഷൻ നമുക്ക് എന്തൊക്കെ വേണം, ഒരു സെർവോ മോട്ടർ വേണം. സെർവോ മോട്ടറും അതിലേക്ക് വേണ്ട വയേഴ്സ് മാത്രം മതി. സെർവോ മോട്ടർ എടുത്തിട്ടുണ്ട്. സെർവോ മോട്ടറിൻ്റെ യെല്ലോ വയറിലേക്ക് നമ്മൾ യെല്ലോ വയർ തന്നെ കൊടുക്കുന്നു. സെർവോ മോട്ടറിൻ്റെ യെല്ലോ വയർ എന്ന് പറയുന്നത് ഇതിലേക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിഗ്നൽ നൽകുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റെഡ് വയർ അഥവാ വോൾട്ടേജ് VCCയിലേക്ക് എന്ത് ചെയ്യുക, 5 വോൾട്ടിലേക്കുള്ള കണക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ റെഡ് വയർ തന്നെ കണക്ഷൻ കൊടുക്കുന്നു. ഓക്കെ, ദെൻ ബ്ലാക്ക് വയർ സെറ്റിൽ അഥവാ ഗ്രൗണ്ടിലേക്ക് നമ്മൾ ബ്ലാക്ക് വയറിന് കണക്ഷൻ കൊടുക്കുന്നത്. ഇനി ഇതിലെന്ത് ചെയ്യണം, ഈ 5 റെഡ് വയർ 5 വോൾട്ടിലേക്കും ബ്ലാക്ക് വയർ ഗ്രൗണ്ടിലേക്കും കൊടുക്കണം. യെല്ലോ വയർ നമ്മുടെ സിഗ്നലിലേക്ക് കൊടുക്കണം. സിഗ്നൽ ഇവിടെ പ്രോഗ്രാമിൽ പറയുന്നത് എവിടെയാണ്, 3യിലാണ്. അപ്പോൾ ഞാനത് എന്ത് ചെയ്യുന്നു, 3 എന്ന് പറയുന്ന ഡിജിറ്റൽ പിൻ സിഗ്നലിലേക്ക് ഈ യെല്ലോ വയർ കണക്ട് ചെയ്യുന്നു. അതുപോലെ ഇത് നമ്മുടെ റെഡ് വയർ 5 വോൾട്ടിൽ സെറ്റ് ചെയ്യുന്നു. 5 വോൾട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ത് ചെയ്യുന്നു, ഇത് നമ്മുടെ ബ്ലാക്ക് വയറാണ്. ബ്ലാക്ക് വയർ ഗ്രൗണ്ടിലേക്കുള്ളതാണ്. ബ്ലാക്ക് ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് ബോർഡ് ആവശ്യമില്ല, ഞാൻ ഈ മോട്ടർ മാറിയാതിരിക്കാൻ വേണ്ടി മാത്രം സെറ്റാക്കി വെച്ചതാണ്. ഇവിടെയാണ് നമ്മളെ സിഗ്നൽസ് വരിക. ഈ ഒരു ലീഫാണ് നമ്മുടെ കമാൻഡിനനുസരിച്ച് മൂവ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കോഡ് തയ്യാറാക്കാം. കോഡ് തയ്യാറാക്കാൻ പിക്ടോ ബോക്സ് തുറക്കണം. പിക്ടോ ബോക്സ് ഞാൻ ആൾറെഡി തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പിക്ടോ ബോക്സിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പുതുതായിട്ട് ഫ്രഷായിട്ട് തുറക്കണമെന്നില്ല. എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെ തുറക്കാമെന്നുള്ളത്. ജസ്റ്റ് സമയം കളയാനില്ലാത്തതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നു, ആ ഏരിയ സ്കിപ്പ് ചെയ്യണം. ദെൻ കമാൻഡ് എന്ത് ചെയ്യണം, വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കഡ് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവൻസിൽ പോയിട്ട് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കഡ് കൊടുന്ന് വെക്കാം. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മുടെ സെറ്റ് സെർവോ 3 to 0 ആംഗിൾ എന്നാണ്. സെറ്റ് സെർവോ 3 to 0 ആംഗിൾ. അപ്പോൾ എന്ത് ചെയ്യണം, സെർവോ അഡിനോയുടെ സെറ്റിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ താഴേക്ക് വന്നാലും മതി. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴേക്ക് വന്നാൽ സെർവോ മോട്ടറിൻ്റെ സെക്ഷൻ വരെ അക്യുവേറ്റേഴ്സ് എന്നുള്ള ഓപ്ഷനകത്താണ്. അത് അഡിനോയുടെ സെറ്റിന് താഴത്താണ് ഉണ്ടാവുക. സെറ്റ് സെർവോ 11 to 13 ഡിഗ്രി എന്നുള്ളതുണ്ടല്ലോ, അത് കൊടുന്ന് സെറ്റ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യുക, 11 എന്നുള്ളത് 3 ആക്കുക, 30 എന്നുള്ളത്
0 ആക്കുക. ദെൻ അടുത്ത ഇവൻ്റ് ഉണ്ട്. ഇവൻ്റ് വെൻ സ്പേസ് നോക്കൂ, വെൻ സ്പേസ് കീ ഈസ് പ്രസ്ഡ് എന്നുള്ളത്. നമുക്കിവിടെ എന്താണ് സ്പേസിന് പകരം സി എന്ന കീ ആണ്. അപ്പോൾ സി എന്ന് കൊടുക്കുക. വെൻ സി ഈസ് പ്രസ്ഡ്. ദെൻ നമുക്ക് ഈ ഒരു സെർവോ മോട്ടറിൻ്റെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. എന്നാൽ അവിടെ പോയി എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിവിടെ സെറ്റ് ചെയ്ത് വെക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, ഇവിടെ തന്നെ വെക്കുന്നു. ദെൻ ഇവിടെ ഇത് അറേഞ്ച് ചെയ്ത് വെക്കുക. സി ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലോസ് ആണ്. അവിടെയും 0 ആംഗിൾ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യണം, ഈ സെറ്റിൻ്റെ മൊത്തത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അത് താഴത്ത് കൊടുന്ന് വെക്കുക. ദെൻ ഈ സിക്ക് പകരം എന്ത് ചെയ്യുക, ഡി എന്നാക്കുക. ഇവിടെ ഇത് എന്ത് ചെയ്യുക, 30 ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എത്ര വരുന്നത് 30 ഡിഗ്രി എന്നാണ് ആദ്യം പറയുന്നത്. പിന്നെയാണ് 180ലേക്ക് സെറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് 30 ഡിഗ്രിയിലും ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാം. ഇത് 30 ആക്കി. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട് സൗകര്യാർത്ഥം, എല്ലാം ഒരുമിച്ച് കാണുന്നതിന് വേണ്ടി. ഓക്കെ. അപ്പോൾ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കഡ് സെറ്റ് സെർവോ 3 to 0 ആംഗിൾ. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ സെർവോ മോട്ടറിലേക്കുള്ള 3 എന്ന ഡിജിറ്റൽ പിന്നിൽ നിന്നുള്ള മെസ്സേജ് കൊടുക്കണം 0 ആംഗിളിലേക്ക് സെറ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ സി എന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, സെർവോ ഡിജിറ്റൽ പിന്ന് 3ൽ നിന്ന് 0 ആംഗിളിലേക്ക് സെറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കൊടുക്കണം. ഡി എന്ന കമാൻഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, സെറ്റ് സെർവോ മോട്ടറിന് എന്ത് ചെയ്യണം 3ൽ നിന്ന് 180. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് 30 ആണ്. നമ്മൾ ആദ്യം 30 ആണ് പറഞ്ഞത്. ദെൻ അതിന് ശേഷമാണ് 180ക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും 30 സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഇവിടെ അപ്ലോഡ് ഫേംവെയർ എന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലോഡ് ഫേംവെയർ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, സീരിയൽ പോർട്ട് കണക്ഷൻ കൊടുക്കുന്നുണ്ട്, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഞാനിവിടെ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടാവും. നമ്മുടെ ഓണാക്കിയപ്പോൾ തന്നെ 0 ആംഗിളിൽ സെറ്റ് ആയിട്ടുണ്ട്. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ 0 ആംഗിളാണ് ഉള്ളത്. ദാറ്റ് മീൻസ് ഇതാണ് 0 ആംഗിൾ. ഇനി നമ്മൾ സി എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ ചേഞ്ച് ഒന്നുമില്ല, കാരണം ഇതാണ് 0 ആംഗിൾ തന്നെയാണ് ഉള്ളത്. ഇനി എന്ത് കഴിഞ്ഞാൽ ഡി എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ കേട്ടോ 30 ആംഗിൾ മാത്രം, 30 ഡിഗ്രി മാത്രം തിരിഞ്ഞു. കുറച്ച് ഇതാണ്, ഇത്ര വരുമ്പോൾ 30 ഡിഗ്രി വളരെ ചെറിയൊരു അളവേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒന്നുകൂടെ കാണിക്കാം. ഗ്രീൻ ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്തു, അപ്പോൾ 0 ആംഗിളിലേക്ക് സെറ്റ് ചെയ്തു. നമ്മൾ സീന്ന് ക്ലിക്ക് ചെയ്താലും എന്ത് ചെയ്യും, ആൾറെഡി 0 ആംഗിളാണ് ഉള്ളത്, അതുകൊണ്ട് ചേഞ്ചസ് ഒന്നും വരില്ല. ഡി എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ, കീബോർഡിൽ ഡി എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ 30 ഡിഗ്രി ചെറുതായിട്ടൊരു ചേഞ്ച് വന്നു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ പ്രോഗ്രാമിൽ ചേഞ്ചസ് വരുത്തുകയാണ്. നമ്മളടുത്ത് ഡി എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആവാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 180 ഡിഗ്രി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുക, കോഡ് ഒന്നുകൂടി ഞാൻ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡിങ് ഇൻ പ്രോഗ്രസ്. ഓക്കെ, അപ്ലോഡ് സക്സസ്ഫുള്ളി എഴുതി കാണിച്ചല്ലോ. ഇനി ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കോളൂ. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ 0ലേക്ക് വന്നു. ഇനി ഞാൻ 3 എന്ന കമാൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഡി എന്ന കമാൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കണ്ടോ 180 കംപ്ലീറ്റ് തിരിഞ്ഞു. കണ്ടോ 180ൽ തിരിഞ്ഞു വന്നു. ഞാനിത് സിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് തിരിച്ച് 0ലേക്ക് തന്നെ തിരിച്ച് പോകും. കണ്ടോ തിരിച്ച് വന്ന സി ക്ലിക്ക് ചെയ്തപ്പോൾ ഡോർ ക്ലോസ് ചെയ്തു. ഡി എന്ന് സി എന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ക്ലോസ് ചെയ്തു. ഡി എന്ന് പറയുമ്പോൾ ഓപ്പൺ ആക്കി. കണ്ടോ ഡിയും സിയും മാറി മാറി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ആവുന്നു, ഓഫ് ആവുന്നു, തുറക്കുന്നു, അടക്കുന്നു. ആ രീതിയിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇത്ര സിമ്പിളായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ കോഡ് നോക്കി മനസ്സിലാക്കുക, എന്താണ് പറഞ്ഞതെന്ന് നോക്കുക. കൃത്യമായി ഇതിൽ എന്തായാലും ചേഞ്ച് ചെയ്യാനായിരുന്നു. 30 ഡിഗ്രി തിരിയുന്നു എന്ന് പറഞ്ഞെടുത്ത് എവിടെയാണ് 30 പറഞ്ഞത് അവിടെ ക്ലിക്ക് ചെയ്ത് 180 ആക്കി കൊടുത്താൽ പ്രോഗ്രാം സെറ്റായിരുന്നു. കാരണം കണക്ഷൻസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ കൃത്യമായി വർക്ക് ചെയ്യും. സിമ്പിളായ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഫയലൊന്ന് സേവ് ചെയ്യുക. ഫയൽ സേവ് ചെയ്യാൻ പോയിട്ട് സേവ് ആസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്, നമ്മുടെ രജിസ്റ്റർ നമ്പർ _ ഡോർന്ന് തൽക്കാലം ഞാൻ ഡോർന്ന് പേര് കൊടുക്കുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞ പേരാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ പേര് പറഞ്ഞിരുന്നത് PC ഡോർ എന്നാണ്. അപ്പോൾ ഡോർ എന്നുള്ളത് ഞാൻ PC ഡോർ എന്നാക്കി കൊടുക്കുകയാണ്. കാരണം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുള്ള വർക്ക് ചെയ്യുന്ന ഡോറാണ് അല്ലേ. സിമ്പിളല്ലേ. ഓക്കെ, സേവ് ചെയ്തു. ഫയൽ സേവായി. ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ നോക്കൂ, കീബോർഡിൽ എ എന്ന അക്ഷരം ടൈപ്പ് ചെയ്യാൻ
ചെയ്താൽ ഒരു LED പ്രകാശിക്കുന്ന ഉപകരണത്തിന് സർക്യൂട്ട് ഡയഗ്രം നൽകുന്നു. നേരത്തെ ചെയ്ത സിമ്പിളായ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമ്മൾ ഡി ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ നമ്മുടെ ഈ ഒരു സർവോ മോട്ടർ വർക്ക് ചെയ്ത പോലെ തന്നെയുള്ളൊരു മറ്റൊരു ക്വസ്റ്റ്യനാണ്. എന്ന് കീ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഒരു LED ബൾബ് കത്തുക എന്നുള്ളത് സിമ്പിളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം എന്ത് ചെയ്യുക, ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒന്ന് വരുത്തട്ടെ, ദെൻ നമുക്ക് ചെയ്യാം. സർക്യൂട്ട് ഡയഗ്രാംസ് സെറ്റ് ചെയ്യാണ്. സർക്യൂട്ട് ഡയഗ്രാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ വേണം അതിനകത്ത്? നമുക്കൊരു LED ബൾബ് വേണം, ഒരു റെസിസ്റ്റർ വേണം. LED ബൾബ് ഇവിടെ ഉണ്ട്, LED ബൾബ് ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, റെസിസ്റ്റർ ഉണ്ട്. ഞാനതൊന്ന് കണക്ഷൻ സെറ്റ് ചെയ്യാണ്. ആദ്യം ഇതിൽ തന്ന പോലെ റെസിസ്റ്ററിനെ കണക്ട് ചെയ്യാണ്. റെസിസ്റ്റർ കണക്ട് ചെയ്തു. റെസിസ്റ്ററിൻ്റെ ഒരു എൻഡിൽ നമ്മൾ പോസിറ്റീവ് കണക്ഷൻ കൊടുക്കും. മറ്റേ എൻഡിൽ LED നീളമുള്ള ലീഡ് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. അത് ഒരേ ലൈനിലുള്ള ബോക്സിലാണ് കണക്ട് ചെയ്യണം. ഈ ഒരു ലൈൻ കണ്ടോ? ഈ ഒരു കറക്റ്റ് ലൈൻ സെയിം കണക്ഷനാണ്. അപ്പോൾ സെയിം കണക്ഷനിലാണ് ഇവ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരേ കണക്ഷൻസ് വരുന്ന ഹോളുകളിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ഈ LED ബൾബിൻ്റെ ബാക്ക് എൻഡിൽ എന്ത് ചെയ്യുക? നമ്മൾ റെഡ് ബാക്ക് എൻഡിൽ ബ്ലാക്ക് വയർ കണക്ട് ചെയ്യുന്നു. ഇത് നെഗറ്റീവാണ്, അഥവാ ഗ്രൗണ്ടാണ്. ഈ റെസിസ്റ്ററിൻ്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യുന്നു? നമ്മളൊരു റെഡ് വയർ കണക്ട് ചെയ്യുന്നു. ഈ റെഡ് വയർ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ കാണാം, പിൻ 2ലാണ് റെഡ് വയർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിൻ 2 രണ്ടാമത്തെ ഡിജിറ്റൽ സിഗ്നൽ അതിലെന്ത് ചെയ്യുക? പിൻ 2ൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് 0 ദെൻ 1. അപ്പോൾ 0 സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ മൂന്നാമത്തെ ഹോളായിരിക്കും ഉണ്ടാവുക. അതിൽ കണക്ട് ചെയ്തു. ഈ വയർ എന്ത് ചെയ്യുക? ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യുക. ഗ്രൗണ്ടിലും കൊടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ PC-യിലേക്ക് കണക്ട് ചെയ്തു, ലാപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഗ്രാം ചെയ്യാം. സിമ്പിളായ പ്രോഗ്രാമാണ്. യെല്ലോ കളറുള്ള കമാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്? ഇതൊരു സ്റ്റേജ് മോഡിലുള്ള പ്രോഗ്രാമാണ്. നമുക്ക് നോക്കാം. പിക്ചർ ബോക്സ് തുറക്കുക. ഞാൻ പുതുതായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. നിലവിൽ ചെയ്ത ആ ഫയലിൽ തന്നെ എഡിറ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നത്? വെൻ ഗ്രീൻ ഫ്ലാഗ് വേണ്ട, ഇവിടെ ഒരു ബട്ടണാണ് പറഞ്ഞത്. അപ്പോൾ വെൻ സ്പേസ് കീസ് പ്രസ്ഡ് എന്നുള്ളത് എന്ത് ചെയ്യുക? ഈ സ്പേസ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക? എന്ന കീയാണ് പ്രസ് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ എന്ന കീ പ്രസ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്യണം? അർഡിനോ ബോർഡിൽ പോയിട്ട് ഡിജിറ്റൽ പിന്ന് 2 ഹൈ ആക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അർഡിനോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാൻ ഡ്രാഗ് ചെയ്ത് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ കയറി വരും. വെൻ ഡിജിറ്റൽ പിന്ന് 13 ഇതിവിടെ കൊടുത്ത് സെറ്റ് ചെയ്യുക. ഈ 13 മാറ്റിയിട്ട് എന്ത് ചെയ്യുക? 2 നാക്കുക. നമ്മൾ 2ലാണ് കൊടുത്തിട്ടുള്ളത്, ഹൈ നാക്കി. ദെൻ കോഡിലേക്ക് ഒന്നുകൂടെ പോവാം. എന്തായിരുന്നു പറഞ്ഞ്? ജസ്റ്റ് ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിക്കണം. എന്ന അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോൾ LED കത്തണം. ദെൻ ഡയഗ്രത്തിലെ ഘടകങ്ങൾ കണക്ട് ചെയ്തിട്ട് കൃത്യമായി വർക്ക് ചെയ്യിപ്പിക്കണം. അതിനുശേഷം കീബോർഡിൽ B എന്ന അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോൾ LED ബൾബ് ഓഫ് ആകണം. എന്ന് ടൈപ്പ് ചെയ്താൽ ഓൺ ആകുകയും ചെയ്യുന്ന രീതിയിൽ കോഡുകൾ ഉൾപ്പെടുത്തി ഉപകരണം പ്രവർത്തിപ്പിക്കാം. ഓക്കെ, നമുക്ക് ചെയ്യാം. നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തുന്ന കമാൻഡ് എഴുതി കഴിഞ്ഞാണല്ലോ. ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിക്കാം. ആ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? കോഡൊന്ന് അപ്ലോഡ് ചെയ്യാണ്. വർക്ക് ചെയ്യിപ്പിക്കാൻ പോകുന്ന മുമ്പ് എന്ത് ചെയ്യണം? കോഡ് അപ്ലോഡ് ചെയ്യണം. കാരണം മുൻപ് ചെയ്ത കോഡാണ് അതിൽ നമ്മുടെ കിറ്റിലുണ്ടാവുക. ഓക്കെ, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തു. നോക്കൂ, ഇവിടെ LED ബൾബ് കത്തും. എന്ന കീ ഞാനിവിടെ കീബോർഡിൽ പ്രസ് ചെയ്യുന്നുണ്ട്. കണ്ടോ? LED ബൾബ് കത്തിയിട്ടുണ്ട്. ലൈറ്റ് കത്തുന്നുണ്ടല്ലോ. ഓഫാക്കാൻ റെഡ് ഫ്ലാഗ് ക്ലിക്ക് ചെയ്തോടെ സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ അത് ഓഫ് ആകുന്നില്ല. പക്ഷേ എന്താ ഓഫാക്കാനുള്ള കമാൻഡ് നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഓഫാക്കാനുള്ള കമാൻഡ് അഥവാ ബി എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? B എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓഫാക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്ന കാര്യം. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക. താഴെ പേസ്റ്റ് ചെയ്യുക. മാറ്റിയിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് അല്ല വേണ്ടത്, B ആണ് വേണ്ടത്. അപ്പോൾ B മാറ്റിയിട്ട് B നായി കൊടുക്കുക. ഇവിടെ ഓണാവുള്ളത് എന്ത് ചെയ്യുക? ഹൈ എന്നുള്ളത് ഓഫാക്കുക. ദെൻ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡിങ് പൂർത്തിയാവണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നോക്കൂ, ഇപ്പോൾ എന്ന് ഞാൻ അപ്ലോഡിങ് പൂർത്തിയായി. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തതു. ഇനി ഞാൻ എന്ന കീബോർഡിൽ പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തിയാലോ.
ഇനി ബി എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോളൂ അത് ഓഫായി. എ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ആകുന്നു, ബി എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ ഓഫാകുന്നു. ഓക്കെ, ഇത്ര സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ചെയ്തിരുന്നത്. ഫയൽ സേവ് ചെയ്യണം. ഫയൽ പോവുക, സേവ് ആസ് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, പേര് നെയിം, ക്വസ്റ്റ്യൻ നെയിം, സേവ് ചെയ്യാനുള്ള നെയിം പറഞ്ഞത് കീബോർഡ് LED എന്നാണ് കൊടുക്കാൻ പറഞ്ഞത്. രജിസ്റ്റർ നമ്പർ _ കീബോർഡ് LED. ഓക്കെ, സിമ്പിളായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു 5 തവണ LED ബ്ലിങ്ക് ചെയ്യുന്നതിന് സർക്യൂട്ട് ഡയഗ്രം തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നേരത്തെ ചെയ്ത സെയിം ഔട്ട്പുട്ട് തന്നെയാണ്. ഇവിടെ റിപ്പീറ്റ് എന്നുള്ളതിന് പകരം എന്ത് ചെയ്താൽ മതി, റിപ്പീറ്റ് എന്നുള്ളടുത്ത് നോർമൽ റിപ്പീറ്റിന് പകരം റിപ്പീറ്റ് എന്നുള്ള കൗണ്ട് കൊടുക്കുകയാണ്, റിപ്പീറ്റ് 5 എന്നുള്ളത്. അത് കൊടുത്താൽ എന്ത് ചെയ്ത് വർക്ക് ചെയ്യും. നമുക്ക് ചെയ്ത് നോക്കാം. കണക്ഷൻസ് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ കണക്ഷൻ തന്നെയാണ് വേണ്ടത്, ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ പിന്നൊന്ന് ചേഞ്ച് ചെയ്യാണ്ട്, പിന്നൊന്ന് 7ലേക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഡയഗ്രത്തിലെ ഘടകങ്ങൾ ഉപയോഗിച്ച് സർക്യൂട്ട് നിർമ്മിച്ച് പിക്ചർ ബോക്സിൽ കോഡ് തയ്യാറാക്കി ഉപകരണം പ്രവർത്തിപ്പിക്കുക. LED 10 തവണ ബ്ലിങ്ക് ചെയ്യുന്ന വിധത്തിൽ കോഡിൽ മാറ്റം വരുത്തി പ്രവർത്തിക്കുക. അപ്പോൾ 5 എന്നുള്ളത് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ നമ്മൾ 10 തവണ ബ്ലിങ്ക് ചെയ്യുന്ന രീതിക്ക് മാറ്റണം. എന്ന് വെച്ചാൽ ഈ റിപ്പീറ്റ് 5 എന്നുള്ളത് എന്ത് ചെയ്താൽ മതി, റിപ്പീറ്റ് 10 ആക്കിയാൽ മതി. ദെൻ മാറ്റം വരുത്തിയ പ്രോഗ്രാം X10 പ്രോഡക്ട്സ് ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ LED10 XB3 എന്ന പേരിൽ സേവ് ചെയ്യാം. അപ്പോൾ നേരത്തെ LED 5 എന്ന് പകരം LED 10 എന്ന പേരിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേജ് മോഡിലാണ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സിമ്പിളായ ക്വസ്റ്റ്യനാണ്, നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ആദ്യം പ്രോഗ്രാം കൂടെ സെറ്റ് ചെയ്യുക. പിക്ചർ ബോക്സ് തുറക്കുന്നത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, വെറുതെ ആ സ്റ്റെപ്പ് ഒഴിവാക്കാൻ വിചാരിച്ചിട്ടാണ്. വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് കൊടുത്തു. ദെൻ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യണം, റിപ്പീറ്റ് വേണം. ഇവൻസിൽ പോയാൽ കൺട്രോളിൽ പോയാൽ റിപ്പീറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. റിപ്പീറ്റ് 10 എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യുക, 5 ചെയ്യുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ 5 ആക്കുക. ദെൻ അഡിനോ ബോർഡിൽ പോയി കഴിഞ്ഞാൽ സെറ്റ് ഡിജിറ്റൽ പിന്ന് ഹൈ ആക്കാണ്ട് അതിനെന്ത് ചെയ്യണം, കൺട്രോളിൽ ഇവിടെ വെയിറ്റ് പറയുന്നുണ്ട്, വെയിറ്റ് കൊടുക്കുക. അഡിനോയിൽ പോയാൽ എന്ത് ചെയ്യുക, വീണ്ടും സെറ്റ് ഡിജിറ്റൽ പിന്ന് ലോ ആക്കാൻ പറയുന്നുണ്ട്. ഇവൻസിൽ കൺട്രോളിൽ പോയാൽ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഓണാകുമോ ഓഫ് ആകുമോ എന്നുള്ള സ്റ്റേജിലാണ് ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി പോയേക്കാം. എങ്ങനെയാണ് ഇപ്പോൾ നോക്കൂ, റിപ്പീറ്റ് 5 സെറ്റ് ഡിജിറ്റൽ പിൻ 7 ഔട്ട്പുട്ട് ആസ് ഹൈ. 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, എന്ത് ചെയ്യുക, ഡിജിറ്റൽ പിൻ ഔട്ട്പുട്ടിനെ ലോ ആക്കുക, വീണ്ടും 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. നമ്മൾ ചെയ്ത അത്രയും തന്നെയാണ് ഉള്ളത്. ഒന്നുകൂടെ സെറ്റ് ചെയ്യുക. ഇവിടെ 13 എന്നുള്ളത് എന്ത് ചെയ്യണം, 7 ആക്കണം. ഇതും എന്ത് ചെയ്യണം, 7 ആക്കണം. ഇത് താഴെയുള്ളത് ഹൈ ഉള്ളത് ലോ ആക്കണം. ഒന്ന് ഓൺ ആവാനും ഒന്ന് ഓഫ് ആവാനും. ഇനി നമ്മുടെ കണക്ഷനിലേക്ക് പോവാം. കണക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾറെഡി ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിലും നമ്മൾ എന്ത് ചെയ്തത്, ഇതുപോലുള്ള ക്വസ്റ്റ്യനാണ് ചെയ്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ കണക്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഗ്രൗണ്ട് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മുമ്പ് ചെയ്ത കണക്ഷനിൽ നിന്ന് ഇത് 7ാമത്തെ പിന്നിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. 7ാമത്തെ പിന്നിലേക്ക് മാറ്റി കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് 7ാമത്തെ പിൻ കേട്ടോ. ഇത് ഗ്രൗണ്ട്. കണക്ഷൻസ് നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ്റെ മോഡലിനായതുകൊണ്ട് കണക്ഷൻ ഞാൻ മാറ്റി കൊടുക്കുന്നില്ല. ഇതിന് അപ്ലോഡ് മോഡ് കൊടുക്കുകയാണ്. അപ്ലോഡ് കോഡ് ക്ലിക്ക് ചെയ്തു. പക്ഷേ വേറെ പ്രശ്നമുണ്ട്, നമ്മൾ അപ്ലോഡ് ചെയ്താൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇവിടെ അപ്ലോഡ് കോഡ് ക്ലിക്ക് ചെയ്തു. അപ്ലോഡ് കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയാൽ മെസ്സേജ് വരും. ഓക്കെ, അപ്ലോഡ് സക്സസ്ഫുള്ളി മെസ്സേജ് വന്നല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഇത് ബ്ലിങ്ക് ചെയ്ത് തുടങ്ങി. 5 തവണ ബ്ലിങ്ക് ആവും. ഓക്കെ, 5 തവണ ബ്ലിങ്ക് ആയി കഴിഞ്ഞു. ഇനി കോഡിൽ എന്ത് ചെയ്യണം, ചേഞ്ച് വരുത്തിയിട്ട് 10 തവണ ബ്ലിങ്ക് ചെയ്യണം എന്നാണ് പറഞ്ഞത്. എവിടെ മാറ്റണം വരുത്തേണ്ടത്, മുകളിലുള്ള ഈ 5 എന്ന് മാറ്റിയിട്ട് അവിടെ 10 എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കോഡിനെ അപ്ലോഡ് ചെയ്യുക. കോഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ഇൻ പ്രോഗ്രസ്. ഓക്കെ, സെറ്റായി. നമ്മളെന്ത് ചെയ്യുക, ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തിട്ട് നോക്കൂ. ഇനി 5 തവണ 10 തവണ ബ്ലിങ്ക് ചെയ്തിട്ടാണ് ഇത് ഓഫ് ആവുള്ളൂ. 10 തവണ ബ്ലിങ്ക് ആവും. കാണിക്കുന്ന മുകളിലേക്ക് എടുക്കുക. അങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. 10 തവണ ആയിക്കഴിഞ്ഞാൽ 10 തവണ കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും. ഓക്കെ, ഓഫായി. ഓക്കെ, സിമ്പിളായൊരു ക്വസ്റ്റ്യനാണ് ചെയ്തത്. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫയൽ പോവുക, സേവ് ആസ് ക്ലിക്ക് ചെയ്യുക.
ദെൻ കീബോർഡ് ഇതിന് പകരം എന്ത് ചെയ്യുന്നത്, ഇവിടെ എക്സാൻഡൻ പ്രൊഡക്ട്സിലേക്ക് വന്നിട്ട് കീബോർഡ് LED 10 എന്നാണ് പേര് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ LED രജിസ്റ്റർ നമ്പർ _ LED 10 കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യന് പോവാം. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ്. നമുക്കിനി ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് 2 പോർഷൻസ് കൂടി ചെയ്യാനുണ്ട്, അത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു. അഡിനോ യൂനോ സ്റ്റാർട്ട് ചെയ്ത് കണ്ട് ഫസ്റ്റ് ഇത് നമ്മൾ ചെയ്തു, ബ്ലിങ്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ വർക്ക് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ പാർട്ട് ഡിജിറ്റൽ പിന്ന് ഇവിടെ 2 എണ്ണം കണക്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ സെർവോ മോട്ടറും വേണം, IR സെൻസറും വേണം. രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇതാണ്. ഞാൻ അതിന് കണക്ഷൻസ് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. കണക്ഷൻ സെറ്റ് ചെയ്തിട്ട് കണക്ഷൻ കൊടുക്കുകയാണ്. നമ്മുടെ സെർവോ മോട്ടറിൻ്റെ 3 വയറുകളുണ്ട്. യെല്ലോ വയർ, അതുപോലെ തന്നെ റെഡ്, ബ്ലാക്കും റെഡും പോസിറ്റീവ് നെഗറ്റീവാണ്. പോസിറ്റീവ് പറഞ്ഞാൽ 5 വോൾട്ട്. ഈ ആദ്യം സെർവോ മോട്ടറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സെർവോ മോട്ടർ സെറ്റ് ചെയ്തിട്ട് കണക്ഷൻ ഒന്ന് ഊരിടുന്നുണ്ട്. സെർവോ മോട്ടറിന് 5 വോൾട്ട്. ഈ റെഡ് പിൻ എന്ത് ചെയ്യുക, 5 വോൾട്ട് എന്ന് പറയുന്ന പിന്നിൽ കണക്ട് ചെയ്യുക. റെഡ് വയർ 5 വോൾട്ടിൽ കണക്ട് ചെയ്യുക. ദെൻ ബ്ലാക്ക് പിന്ന് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യുക. ഈ യെല്ലോ പിന്ന് നമ്മൾ പ്രോഗ്രാമിൽ പറയുന്നത് 9ാമത്തെ പിന്നിലാണ് കണക്ട് ചെയ്യാൻ പറഞ്ഞത്. 9ാമത്തെ ഒരു PWS പൾസ് വിഡ്ത്ത് മോഡുലേഷൻ പിന്നാണ് അവിടെ കൊടുക്കുക. സെർവോ മോട്ടർ ആ ഒരു പിന്നിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ദെൻ ഇവിടെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഇനി IR സെൻസർ ഉണ്ട്. IR സെൻസറിൽ ഈ ഓറഞ്ച് പിന്ന് അഥവാ ഔട്ട്പുട്ട് പിന്ന് എന്ത് ചെയ്യണം, 8ാമത്തെ പിന്നിൽ കണക്ട് ചെയ്യുന്നു. ഡിജിറ്റൽ പിന്ന് 8ൽ കണക്ട് ചെയ്യുന്നു. റെഡും ബ്ലാക്കും എന്ത് ചെയ്യുന്നു, റെഡും ബ്ലാക്കും നമ്മൾ റെഡ് 5 വോൾട്ടിലും ബ്ലാക്ക് ഗ്രൗണ്ടിലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി കോഡൊന്ന് അപ്ലോഡ് ചെയ്യണം. ഞാൻ കോഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കോഡ് അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഓക്കെ, കോഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, അപ്ലോഡിങ് പൂർത്തിയായി. ഇത് വർക്ക് ചെയ്ത് തുടങ്ങി. കാരണം ഇത് ഒരു സെൻസിങ് വരുമ്പോൾ മൂവ്മെൻറ്റ് വരുന്നുണ്ടല്ലോ. കൈ ഇതിനടുത്തേക്ക് വരുമ്പോൾ തടസ്സം വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മൂവ്മെൻറ്റാണ് ലേറ്റല്ല ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഇവിടെ എന്ത് തടസ്സം വന്നാലും എന്ത് ചെയ്യും, ആ ഡോറോടെ ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്ന രീതിയിലുള്ള ആ ലീഫ് മൂവ് ചെയ്യുന്നത് കാണിക്കാൻ കഴിയും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ഞാൻ കണക്ഷൻ ഊരിടുന്നുണ്ട്. ഓക്കെ, അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ അവസാനം പരിചയപ്പെടുന്ന, ഇപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ഒരു ഡോർ തുറക്കുന്നതും അതുപോലെ ഡോർ അടക്കുന്നതുമായിട്ടുള്ള ആൾക്കാരുടെ മൂവ്മെൻറ്റ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്രോഗ്രാം ചെയ്തല്ലോ. പക്ഷേ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യരുടെ ഫേസ് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഡോർ തുറക്കുകയും അടക്കുകയും വേണം. അതല്ലാന്നുണ്ടെങ്കിൽ വല്ല പൂച്ചയോ പട്ടിയോ അതിലൊക്കെ പാസ് ചെയ്ത് പോയാൽ എന്ത് ചെയ്യണം, ഡോർ ഓപ്പൺ ആവും. അപ്പോൾ മനുഷ്യൻ്റെ ഫേസ് ഡിക്റ്റേറ്റ് ചെയ്ത് മനുഷ്യനാണെങ്കിൽ മാത്രം ഓപ്പൺ ആക്കുന്ന രീതിയിലുള്ള ഡോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ക്യാമറയുടെ ഫെസിലിറ്റി ആവശ്യമാണ്. ഇപ്പോൾ ലാപ്ടോപ്പ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കയ്യിൽ വെബ് ക്യാമറ ഉണ്ടാവും. വെബ് ക്യാമറ കൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ പിൻ 3ലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ സെർവോ മോട്ടർ കണക്ട് ചെയ്യാണ്. പോസിറ്റീവ് അഥവാ ഇതിൻ്റെ റെഡ് വയർ അവിടെ കൊടുക്കണം, പോസിറ്റീവിൽ കണക്ട് ചെയ്യണം. പോസിറ്റീവ് മീൻസ് 5 വോൾട്ടിൽ കണക്ട് ചെയ്യണം. അതുപോലെ ബ്രൗൺ ഓർ ബ്ലാക്ക് വയർ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യണം. പിന്നെ യെല്ലോ വയർ ഇതിനകത്ത് 3 എന്ന് പറഞ്ഞ പിന്നിലാണ് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനത് കണക്ഷൻസൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്, കാണിക്കാം. ഓക്കെ,
ദെൻ അതിനുശേഷം പ്രോഗ്രാമും സെറ്റ് ചെയ്ത് വെക്കട്ടെ. പ്രോഗ്രാമിന് ശേഷം എന്ത് ചെയ്യുക, കണക്ഷൻസിൻ്റെ ഏരിയ ഞാൻ കാണിക്കാം. പിക്റ്റോ ബോക്സ് തുറക്കുന്നു, പിക്റ്റോ തുറക്കുന്നു, ബ്ലോക്ക് കോഡിങ് തുറക്കുന്നു. ഇത് ക്യാമറ കൂടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, നമ്മുടെ പിക്റ്റോയുടെ കൂടെ എന്ത് വേണം, അർഡിനോ കിറ്റിൻ്റെ കൂടെ കമ്പ്യൂട്ടർ കൂടി ആവശ്യമാണ്, ലാപ്ടോപ്പ് കൂടി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റേജ് മോഡിലാണ് ചെയ്യേണ്ടത്. ദെൻ അപ്പം എന്ത് ചെയ്യുക, സ്റ്റേജ് മോഡിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ നോക്കാം. വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് ടേൺ ഓൺ ദ വീഡിയോ സ്റ്റേജ് 0 ട്രാൻസ്പെറൻസി ഫോർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു അഡീഷണൽ ഒരു സ്റ്റെപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഫേസ് ഡിക്റ്റേറ്റ് ചെയ്തൊരു മനുഷ്യനാണെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാനാണ് അഡീഷണൽ കോഡ് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു എക്സ്റ്റൻഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, പിക്ടോറുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്യണം. അതിന് മുൻപായി നമ്മൾ ഇവൻറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഫേസ് ഡിക്റ്റേഷൻ്റെ ഏരിയ കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ ഏറ്റവും താഴെ വന്നാൽ ഒരു ആഡ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ആഡ് ഓപ്ഷൻസിൽ ഒന്നാമത്തെ ഫേസ് ഡിറ്റക്ഷൻ അത് ക്ലിക്ക് ചെയ്യുക. അതാണ് നമുക്ക് വേണ്ടത്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, സെറ്റ് ആവാനുണ്ട്. ആ പ്രോഗ്രാം ഒന്ന് അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ, റെഡിയായി. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ടേൺ ഓൺ ദ വീഡിയോ സ്റ്റേജ് വിത്ത് 0 ട്രാൻസ്പെറൻസി, അത് ഗെറ്റ് ഫേസസ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നിന്ന് എടുക്കാനുള്ളത്. ഈ ഒരു സെക്ഷനിൽ നിന്ന് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി സ്ക്രീനിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് വരേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അനലൈസ് ഇമേജ് ഫ്രം ക്യാമറയും കൂടി എടുക്കാനുണ്ട്. 3 അവിടെ നിന്ന് എടുക്കാനുള്ളത്. അനലൈസ് ഇമേജ് ഫ്രം ക്യാമറ 3 ഞാൻ സ്ക്രീനിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ദെൻ ഇതിവിടെ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, കൺട്രോൾ പോയിട്ട് 4 hour വേണം. 4 hour സെറ്റ് ചെയ്തു. കോഡിലേക്കൊന്ന് തിരിച്ചു വരാം. 4 hour അനലൈസ് ക്യാമറ, പിന്നെ ഇഫ് ദെൻ എൽസ് എന്നുള്ള കമാൻഡ് വേണം. ഇഫ് ദെൻ എൽസ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു, ഇഫ് ദെൻ എൽസ് എന്നുള്ള കൂടി 4 hourനകത്ത് സെറ്റ് ചെയ്യുക. 4 hourനകത്ത് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അനലൈസ് ഇമേജ് ഫ്രം ഉണ്ട്, അതിവിടെ സെറ്റ് ചെയ്യണം. അതിന് താഴെ ആയിട്ടാണ് 4 hour കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ വൺസ് മോർ ഗെറ്റ് ഫേസസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നുണ്ട്. ഈ ഗെറ്റ് ഫേസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഓപ്പറേഷൻ ആവശ്യമാണ്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് ഈ ഓപ്പറേഷൻസ് ചെയ്യാമെന്ന് നോക്കാം. ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, ഓപ്പറേറ്റേഴ്സ്, അത് ക്ലിക്ക് ചെയ്യാം. അവിടെ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഈ 50 മാറ്റിയിട്ട് 0 എന്നായി കൊടുക്കുക. ഈ ഗെറ്റ് ഫേസ് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്തേക്കാണ് കൊടുക്കേണ്ടത്. അതിനകത്തേക്ക് കയറ്റി വെച്ചാൽ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ വരികയാണ്. ഫേസുകളുടെ എണ്ണം 0ക്ക് അധികമാണെങ്കിൽ എന്ത് ചെയ്യുക, ഡോർ ഓപ്പൺ ആക്കണം. എന്ന് വെച്ചാൽ മിനിമം ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡോർ ഓപ്പൺ ആവുന്നതാണ്. 0ക്കാൾ അധികം എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഗെറ്റ് ഫേസസ് ഗ്രേറ്റർ ദാൻ 0. ദെൻ സെറ്റ് സെർവർ 3 on to 90 ആംഗിൾ, സേ ഡോർ ഓപ്പൺഡ്. അതുപോലെ എന്ത് ചെയ്യുക, അതല്ലെങ്കിൽ 0 ആംഗിൾക്ക് സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ സെർവോയിലേക്ക് പോകണം. സെർവോക്ക് പോകാൻ എന്ത് ചെയ്യണം, താഴേക്ക് വന്നാൽ കിട്ടും. അഡിനോട് അടുത്തായിട്ടുണ്ടാവും. ഓക്കെ, ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അഡിനോ ബോർഡ് കണക്ട് ചെയ്യണം. അതിന് ബോർഡ് കണക്ഷൻ കൊടുത്തു. അഡിനോ യുനോ സെലക്ട് ചെയ്തു, കണക്ഷൻ സെറ്റ് ചെയ്തു. എങ്കിൽ മാത്രമേ അഡിനോയുടെ അഡീഷണൽ കാര്യങ്ങളിലൂടെ കിട്ടുള്ളൂ. ഇതിന് അഡിനോ വന്നിട്ടുണ്ട്. അതിന് താഴെയാണ് നമ്മൾ സെർവോ മോട്ടറിൻ്റെ ഓപ്ഷൻസ് വരിക. സെർവോ മോട്ടറിൽ സെറ്റ് സെർവോ 11 to എന്നുള്ളത് ഈ ഒരു ഓപ്ഷൻ എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. അത് ഒന്നുകൂടെ എടുത്തിട്ട് താഴത്ത് പേസ്റ്റ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ 11 മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, 3 ആക്കുന്നു. 3 എന്നാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും 3 ആണ്. നമ്മൾ പ്രോഗ്രാമിൽ 3ലാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ 90 ആക്കണം, ഇവിടെ 0 ആക്കണം. കോഡിലൊന്നും കൂടി നോക്കാം. മുകളിൽ 90, താഴത്ത് 0 എന്നാണ്. പിന്നെ സേ ഡോർ ഓപ്പൺഡ്, ഡോർ ക്ലോസ്ഡ് എന്നും കൊടുക്കണം. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ 90, താഴത്ത് 0 കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് സേ എന്ന് വേണം. ഈ ലുക്സിൽ പോയി വെക്കാം. ലുക്സിൽ പോയാൽ സേ ഹലോ എന്നുണ്ട്. അതെന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യുക. അതേമാതിരി ഇവിടെയും താഴത്തും അത് പേസ്റ്റ് ചെയ്യുക. ഈ ഹലോ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഡോർ ഓപ്പൺഡ് എന്നാക്കാം. താഴത്ത്
ഡോർ ക്ലോസ്ഡ് നോക്കാം. ഡോർ ക്ലോസ്ഡ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കമാൻഡ് സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്ലോഡ് ചെയ്തു. ഞാൻ കണക്ഷൻസൊക്കെ കൊടുത്തിരുന്നു. നമ്മുടെ സെർവോ മോട്ടറിൻ്റെ റെഡ് വയർ അഥവാ VCC എന്ത് ചെയ്യുന്നത് 5 വോൾട്ടിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് വയർ എടുത്തിട്ടുണ്ട് ഗ്രൗണ്ടിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. യെല്ലോ വയർ എടുത്തിട്ട് നമ്മുടെ 3 എന്ന് പറയുന്ന ഡിജിറ്റൽ പിന്നിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇത് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫേസ് കാണിക്കണം. എൻ്റെ ഫേസ് കാണിക്കുമ്പോൾ ഇവിടെ ഇത് ഓൺ ആവുമെന്ന് കണ്ടോളൂ. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഫ്രണ്ടിലേക്ക് വരുന്നു. ഡോർ ഓപ്പൺ. എൻ്റെ ഫേസ് ഇവിടെ ഡിറ്റക്റ്റ് ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഞാൻ ഫ്രണ്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡോർ ക്ലോസ്ഡ്. അതിൻ്റെ മുന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഡോർ ക്ലോസ്ഡ്. ഓക്കെ, ഞാൻ വിരലുപയോഗിച്ച് ഇതിൻ്റെ ക്യാമറ ക്ലോസ് ചെയ്തപ്പോൾ ഡോർ ക്ലോസ്ഡ് എന്ന് സ്ക്രീനിലേക്ക് എഴുതി കാണിക്കുന്നില്ലേ? ഞാൻ തുറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡോർ ഓപ്പൺ ആവും. അതേ സമയം തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ഇവിടെ ഡോർ ഓപ്പൺ ആവുന്നുമുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള 3 പ്രവർത്തനങ്ങളുണ്ടായിരുന്നത്. ഒന്ന് LED ബൾബിനെ ബ്ലിങ്ക് ചെയ്യിപ്പിക്കാൻ, 2 നമ്മുടെ സാനിറ്റൈസർ ഡിസ്പെൻസിങ് മെഷീൻ അഥവാ നമ്മുടെ മൂവ്മെൻറ്റിനനുസരിച്ച് ഡോർ നമ്മുടെ സെർവോ മോട്ടർ ഓപ്പൺ ആക്കുന്നത്, ദെൻ 3ാമത് ഫേസ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഡോർ ഓപ്പൺ ആക്കുന്നു. 3 കാര്യങ്ങളാണ് ചെയ്യാനുണ്ടായിരുന്നത്. പരീക്ഷയ്ക്ക് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. കാരണം ക്യാമറ കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ എല്ലാ സ്കൂളുകളിലും ക്യാമറ വർക്ക് ചെയ്തോളണമെന്നില്ല. അപ്പോൾ നിലവിൽ മോഡൽ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ അഡിനോ നമ്മുടെ റോബോട്ടിക്സ് കിറ്റിൽ നിന്നുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ചാപ്റ്ററുമായി കാണാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടി എക്സാമിന് മുമ്പായിട്ട് എടുത്ത് തീർക്കേണ്ടതുണ്ട്. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് സേവ് ചെയ്യണമെന്ന് ഒന്നുകൂടെ പറയാം. ഫയലിൽ പോയിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് ക്ലിക്ക് ചെയ്യുന്നു. സേവ് വിത്ത് ഫേസ് ഫയൽ, സേവ് വിത്തൗട്ട് ഫേസ് ഫയൽ. സേവ് വിത്തൗട്ട് ഫേസ് ഫയലാണ് കൊടുക്കുന്നത്. ദെൻ നമ്മുടെ എക്സാം പ്രോഡക്ട്സ് എന്നുള്ളത് രജിസ്റ്റർ നമ്പർ _ ഫേസ് ഡിറ്റക്ഷൻ എന്നുള്ള രീതി കൊടുക്കുകയാണ്. സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.